Meet the editors. നമസ്കാരം. മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടന്നാക്രമിച്ച് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ഒരു രാജ്യം ഒരു നേതാവ് നടപ്പാക്കാനാണ് ശ്രമം. വീണ്ടും മോദി അധികാരത്തിലെത്തിയാൽ പിണറായി വിജയനടക്കം ഇന്ത്യ മുന്നണി നേതാക്കളെ ജയിലിലാക്കും. 230 സീറ്റിലധികം BJP നേടില്ല. അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാനാണ് മോദി വോട്ട് പിടിക്കുന്നത് എന്നും ദില്ലി മുഖ്യമന്ത്രി പരിഹസിച്ചു. കേജ്രിവാളിനെ തള്ളി BJP രംഗത്ത്. ചർച്ചയിൽ ഡോക്ടർ അരുൺ മലപ്പുറത്ത് നിന്നാണ് ഹോളോഗ്രാഫിക് സാങ്കേതിക വിദ്യയിലൂടെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ഉണ്ണിബാലകൃഷ്ണനിലേക്കാണ്. ഇപ്പോൾ കേജ്രിവാളിൻ്റെ പ്രസംഗം രണ്ടിടത്താണല്ലോ നമ്മൾ കണ്ട വാർത്താ സമ്മേളനം. അതൊരു വാർത്താ സമ്മേളനത്തിൻ്റെ രൂപത്തിലായിരുന്നില്ല, ഒരു മഹാറാലിയുടെ രൂപത്തിൽ തന്നെയായിരുന്നു. അതിനുശേഷം ഇന്ന് വൈകിട്ടുള്ള റോഡ് ഷോയും. പ്രതികരണങ്ങൾ എങ്ങനെ കാണണം? സ്മൃതി, ഇപ്പോൾ 2024 തെരഞ്ഞെടുപ്പ് കാലത്ത് യഥാർത്ഥത്തിൽ BJPയും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും ശരിക്കും ആടിയുലഞ്ഞ ഒരു ദിവസമാണിന്ന് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. BJPയെ സംബന്ധിച്ച്, നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അടിപതറിയ ദിവസമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ ദിവസം. അതിനൊരു കാരണമുണ്ട്. കാരണം നമ്മൾ പരിശോധിച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യ ബ്ലോക്ക് പല ആരോപണങ്ങൾ നരേന്ദ്രമോദിക്കെതിരെയും അതുപോലെ തന്നെ NDA സർക്കാരിനെതിരെയും BJPക്കെതിരെയും ഉന്നയിച്ചിരുന്നു. എന്തായിരുന്നു അവരുടെ ആരോപണങ്ങൾ? ഒന്ന്, ഹിന്ദുത്വ വികാരം ഉയർത്തിക്കൊണ്ട് ഹിന്ദുത്വ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കുന്നൊരു സർക്കാരായിട്ട് NDA മാറിയിരിക്കുന്നു, അതിൻ്റെ നേതാവായി നരേന്ദ്രമോദി മാറിയിരിക്കുന്നു. അതേപോലെ തന്നെ ഇന്ത്യയിലെ മതേതരത്വം തകരാറിലായിരിക്കുന്നു, തകർച്ചയിലേക്ക് പോകുന്നു. അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുന്നു, പ്രതിപക്ഷ നേതാക്കളെ ജയിലിലടയ്ക്കുന്നു. അതേപോലെ തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഭരണകൂടത്തിന് വിധേയമാക്കി പരിവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അതുപോലെ തന്നെ കോടതികൾ, ഇതെല്ലാം ചൂണ്ടിക്കാട്ടി ഇത്തരത്തിലുള്ള വിഷയങ്ങൾ എടുത്തുകൊണ്ടാണ് ഇന്ത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ പ്രചാരണം നടത്തിയിരുന്നത്. എന്നാൽ ഇന്ന് ആദ്യമായി ഏറ്റവും രാഷ്ട്രീയ കൗശലത്തോടു കൂടിയുള്ള ഒരു വലിയ ആരോപണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നരേന്ദ്രമോദിക്കെതിരെ, BJPക്കെതിരെ ഉയർത്തപ്പെട്ട ദിവസമാണിന്ന്. അതാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയായി, രാഷ്ട്രീയ പ്രത്യേകതയായി ഞാൻ കാണുന്നത്. രാഷ്ട്രീയ കൗശലം എന്ന വാക്ക് തന്നെയാണ് ഞാൻ അക്കാര്യത്തിൽ, ആ പ്രയോഗത്തെ ഞാൻ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇന്ന് അരവിന്ദ് കെജ്രിവാൾ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്താവനയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, നോക്കൂ, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് വോട്ട് ചെയ്യുന്നത്? വോട്ട് ചെയ്യുന്നത് നരേന്ദ്രമോദിക്കാണെങ്കിൽ കൂടിയും ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയാകാൻ പോകുന്നത് അമിത്ഷായാണ്. അതായത് BJPക്കും NDAക്കും ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ നരേന്ദ്രമോദിക്കാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ പ്രധാനമന്ത്രിയാകാൻ പോകുന്നത് അമിത്ഷായാണ് എന്ന് പറയുന്നു. അമിത്ഷായാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് 2014 BJP എന്നാൽ നരേന്ദ്രമോദി എന്ന നിലയ്ക്ക് മാറിയപ്പോൾ നരേന്ദ്രമോദി വലിയ കാർക്കശ്യത്തോടുകൂടി നടപ്പാക്കിയ ഒരു നിയമമുണ്ടല്ലോ. അതെന്താണ്? 75 വയസ്സിന് മുകളിലുള്ള ഒരു നേതാവും ഇനി പാർലമെന്ററി രാഷ്ട്രീയത്തിൽ വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ പറയുന്നത് വഴി യഥാർത്ഥത്തിൽ മോഡിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് LK അദ്വാനിയൊക്കെ പോലുള്ള വളരെ സീനിയർ ആയിട്ടുള്ള, മുരളി മനോഹർ ജോഷിയൊക്കെ പോലുള്ള വളരെ സീനിയർ ആയിട്ടുള്ള നേതാക്കളെ ഒരു മൂലക്കിരുത്തുക എന്നുള്ളത് തന്നെയായിരുന്നു. ആ നിയമം ബാധകമാകുകയാണെങ്കിൽ അടുത്ത വർഷം സെപ്റ്റംബർ 17 നരേന്ദ്രമോദിക്ക് 75 വയസ്സാകും. സ്വാഭാവികമായും ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മോഡി സ്ഥാനമൊഴിയുകയും പിന്നീട് അമിത്ഷാ വരികയും ചെയ്യും. ഇതാണ് അരവിന്ദ് കെജ്രിവാൾ ഇന്ന് രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതങ്ങനെ സംഭവിക്കണമെന്നില്ല. നമുക്കറിയാമല്ലോ, നരേന്ദ്രമോദി ഇനിയിപ്പോൾ 75 വയസ്സ് എന്ന് പറയുന്നൊരു നിയമം ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം മാറ്റി അവിടെ പ്രധാനമന്ത്രിയാകാൻ അവസരം കിട്ടുകയാണെങ്കിൽ തുടരാൻ തന്നെ പോകുന്നൊരു നേതാവാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വലിയ രാഷ്ട്രീയ കൗശലത്തോടു കൂടിയുള്ള അഭിപ്രായ പ്രകടനമാണ്, ആരോപണമാണ്. കാരണം ഇതൊരു ആശയക്കുഴപ്പമുണ്ടാക്കും. അതായത് ഇതുവരെ വളരെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ ആശയങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യ ബ്ലോക്കിലെ നേതാക്കൾ അവരുടെ രാഷ്ട്രീയ പ്രചാരണം നടത്തിയിരുന്നതെങ്കിൽ അതിനെയൊക്കെ മറികടക്കുന്ന രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പം നിർമ്മിക്കാൻ കഴിയും പാകത്തിൽ. ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ വലിയ രീതിയിൽ വോട്ടർമാർക്കിടയിൽ ഇനിയിപ്പോൾ നമ്മൾ വോട്ട് ചെയ്താൽ, നമ്മൾ മോഡിക്ക് അനുകൂലമായി വോട്ട് ചെയ്താൽ ഈ അമിത്ഷായാണോ ഇനി പ്രധാനമന്ത്രിയാകാൻ പോകുന്നത് എന്നൊരു ആശയക്കുഴപ്പമുണ്ടാക്കാൻ കഴിയും. ഇപ്പം എല്ലാ സമയത്തും BJP ചെയ്തുകൊണ്ടിരുന്നത്, ഈ തെരഞ്ഞെടുപ്പിലുടനീളം ഒന്ന് പരിശോധിച്ച് നോക്കൂ, BJP ചെയ്തുകൊണ്ടിരുന്നത് പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താ പറഞ്ഞത്? ഈ മുസ്ലിം ലീഗിൻ്റെ കയ്യൊപ്പുള്ള മാനിഫെസ്റ്റോയാണ് ഈ ഇന്ത്യ മുന്നണി പുറത്തിറക്കിയെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? എന്തിനാണ് അങ്ങനെ പറയുന്നത്? ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാനാണ്. മംഗൾസൂത്ര
അടക്കം സ്ത്രീകളുടെ ഈ പറയുന്ന താലിമാല അടക്കം എല്ലാം എടുത്തുകൊണ്ടുപോയി മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണോ യാഥാർത്ഥ്യം? അല്ല. എന്താ ലക്ഷ്യം? ആശയക്കുഴപ്പമുണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതേ തന്ത്രം അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു വലിയ ആശയക്കുഴപ്പമുണ്ടാക്കും വോട്ടർമാർക്കിടയിൽ. എന്ന് മാത്രവുമല്ല, മോഡിയുടെ ഒരു ചരിത്രം പരിശോധിക്കാൻ ഇനി ആളുകൾ തുനിയും. അങ്ങനെ തുനിയുമ്പോൾ എന്താ സംഭവിക്കുക? 2014 മുതൽ ഇങ്ങോട്ടേക്ക് ഒന്ന് എടുത്തു നോക്കിക്കേ. എന്തായിരുന്നു BJPയുടെ നേതൃത്വം? 1998 ഞാൻ ഡൽഹിയിൽ ഒരു റിപ്പോർട്ടറായിട്ട് എത്തുന്നത്. അന്നാണ് ഈ വാജ്പേയി അധികാരത്തിൽ വരുന്നത്, BJP അധികാരത്തിൽ വരുന്നത്. അന്ന് നമുക്ക് സംശയമൊന്നുമില്ല, അടൽ ബിഹാരി വാജ്പേയിയും ലാൽ കൃഷ്ണ അദ്വാനിയും തന്നെയാണ് BJPയുടെ ഏറ്റവും തലയെടുപ്പുള്ള നേതാക്കൾ എന്ന് പറയുന്നത്. പക്ഷേ അവിടെ ആ നേതൃനിര അവസാനിച്ചിട്ടില്ല. നിങ്ങളൊന്ന് ഉത്തർപ്രദേശിലേക്ക് പോയി നോക്കിക്കേ. കല്യാൺ സിംഗ്, അതുപോലെ തന്നെ രാജ്നാഥ് സിംഗ്, കൽരാജ് മിശ്ര, ഇങ്ങനെ വളരെ വലിയ ശക്തരായ നേതാക്കളാണ് ഉത്തർപ്രദേശിൽ നിന്നുണ്ടായിരുന്നത്. രാജസ്ഥാനിൽ നിന്ന് ഭൈരോൺ സിംഗ് ഷെഖാവത്ത്, ജസ്വന്ത് സിംഗ്, പിന്നെ ഈ പറയുന്ന മാധുറാവ് സിന്ധ്യയുടെ പെങ്ങള് പിന്നെ വസുന്ധര രാജെ സിന്ധ്യ, ഇവരൊക്കെയാണ് രാജസ്ഥാനിൽ നിന്നുള്ള നേതാക്കൾ. മധ്യപ്രദേശിൽ വിജയരാജെ സിന്ധ്യ, രാജമാതാ വിജയരാജെ സിന്ധ്യ, ശിവരാജ് സിംഗ് ചൗഹാൻ, അതേപോലെ തന്നെ KN ഗോവിന്ദാചാര്യ, ഉമാഭാരതി, ഇങ്ങനെയുള്ള കരുത്തരായ നേതാക്കൾ. മഹാരാഷ്ട്രയിൽ വളരെ ശക്തരായിട്ടുള്ള നേതാക്കളായിരുന്നു പ്രമോദ് മഹാജൻ, ഗോപിനാഥ് മുണ്ടെ, സുമിത്ര മഹാജൻ. ബീഹാറിൽ നിന്നുള്ള അതിശക്തനായ നേതാവായിരുന്നു യശ്വന്ത് സിൻഹ. ഇനി നമ്മൾ തെക്കേ ഇന്ത്യയിലേക്ക് വന്നാൽ ഇവർക്ക് ഈ BJPക്ക് വലിയ പ്രസൻസ് ഇല്ലാതിരുന്നിട്ട് പോലും ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള വെങ്കയ്യ നായിഡു, തമിഴ്നാട്ടിൽ നിന്നുള്ള ജനാ കൃഷ്ണമൂർത്തി, എന്തിനേറെ നമ്മുടെ നാട്ടിൽ നിന്ന് O രാജഗോപാൽ. ഇപ്പം ജനാ കൃഷ്ണമൂർത്തി പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള നേതാവായിട്ട് BJPയുടെ പിന്നെ ദേശീയ അധ്യക്ഷനായ നേതാവാണ്. അവർക്ക് തമിഴ്നാട്ടിൽ വലിയ ബലമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നിട്ടും ജനാ കൃഷ്ണമൂർത്തി ദേശീയ അധ്യക്ഷനായി. അതേപോലെ തന്നെ വെങ്കയ്യ നായിഡു പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായി. ആന്ധ്രാപ്രദേശിൽ അവർക്ക് വലിയ ശക്തിയൊന്നുമില്ലാത്ത കാലഘട്ടത്തിലാണ് വെങ്കയ്യ നായിഡു പാർട്ടിയുടെ അധ്യക്ഷനാകുന്നത്. ഈ നിലയ്ക്ക് വലിയൊരു നേതൃനിര ഉണ്ടായിരുന്നു BJPയെ സംബന്ധിച്ചിടത്തോളം. ആ നേതൃനിരയാണ് BJPയെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്നത്തെ സ്ഥിതി എന്നാൽ ഇപ്പോൾ ഡൽഹിയിൽ മദൻലാൽ ഖുറാന, സാഹിബ് സിംഗ് വർമ്മ, ഇങ്ങനെ ഒരുപാട് നേതാക്കളുടെ പേര് നമുക്ക് പറയാൻ പറ്റും. ഇന്ന് നിങ്ങളൊരു നേതാവിൻ്റെ പേര് പറഞ്ഞ BJPയിൽ നിന്ന് JP നഡ്ഡ എന്ന് പറയുന്ന ഒരാളാണ് BJPയുടെ പ്രസിഡന്റ്. എന്ത് റോളാണ് BJPയുടെ പ്രസിഡന്റിനുള്ളത്? രണ്ട് നേതാക്കളെ അറിയുള്ളൂ നമുക്ക് BJPയുടെ. ഒന്ന് നരേന്ദ്രമോദിയും, രണ്ട് അമിത്ഷായുമാണ്. ബാക്കി എല്ലാവരെയും എന്താ പറയുക, മൂക്കിന് ചെത്തി മൂലക്കിരുത്തിയില്ലേ. ഇപ്പം ശിവരാജ് സിംഗ് ചൗഹാന്റെ അവസ്ഥ എന്താണ്? അതേപോലെ തന്നെ പിന്നെ യെദ്യൂരപ്പയുടെ അവസ്ഥ എന്താണ്? ഇതുപോലെ വളർന്നു വരുന്ന ജനകീയരായിട്ടുള്ള എല്ലാ നേതാക്കളെയും വിജയരാജ സിന്ധ്യയൊക്കെ ഒരു വഴിക്കാക്കിയിട്ടുണ്ട്. ഇവർക്കാർക്കും ഒരു വോയിസും ഇല്ലാത്തൊരു പാർട്ടിയായിട്ട് ഇവർ പറയുന്നത് മാത്രം, അതായത് മോഡിയും അമിത്ഷായും പറയുന്നത് മാത്രം സംഭവിക്കുന്ന ഒരു പാർട്ടിയായിട്ട് BJP മാറിയിട്ടില്ലേ? നിങ്ങൾക്ക് ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, ഇന്നുവരെ BJPയുടെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഈ വ്യക്തി കേന്ദ്രീകൃതമായ ഒരു പ്രചാരണം നടത്തിയിട്ടില്ല BJP. ഇപ്രാവശ്യത്തെ പ്രചാരണം എന്താ? മോദിയുടെ ഗ്യാരണ്ടി, മോദിക്ക് ഗ്യാരണ്ടി. അത് മോദിയാണ്, മോദിക്ക് ഗ്യാരണ്ടി. പിന്നെന്താ രണ്ടാമത്തെ പ്രചാരണം? മോദിക്ക് പരിവാർ. ഇതൊന്നും BJPയിലെയും സംഘപരിവാറിലെയും നല്ലൊരു വിഭാഗത്തിനും യാതൊരു തരത്തിലുള്ള സമാധാനവും നൽകുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കാണ് ഉറക്കം നഷ്ടപ്പെട്ട രാത്രികൾ എന്ന് പറയുന്നത്. ഇനി ഒരിക്കൽ കൂടി നരേന്ദ്രമോദി അധികാരത്തിൽ വരികയാണെങ്കിൽ യഥാർത്ഥത്തിൽ BJPയിൽ പിന്നെ മറ്റൊരു നേതാവും ഉണ്ടാവില്ല. എന്തിനേറെ സംഘപരിവാറിൽ തന്നെ ഒരു നേതൃത്വം ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ RSS ഒക്കെ അതിശക്തമായിട്ട് പ്രചരണത്തിലിറങ്ങിയ തെരഞ്ഞെടുപ്പാണ് 2019 നടന്നെങ്കിൽ വളരെ നിശബ്ദമാണെന്ന് RSS ഒക്കെ 2024 എത്തും. എന്ന് മാത്രമല്ല, ഈ വാജ്പേയിയും LK അദ്വാനിയും ഒക്കെ അതിശക്തരായ നേതാക്കളായി നിന്നിരുന്ന കാലഘട്ടത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളാണ് അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് അറിയോ? സംഘപരിവാറിനുള്ളിൽ നിന്ന് തന്നെ. എനിക്ക് ഓർമ്മയുണ്ടെന്നേ, ഈ പറയുന്ന RSS മേധാവിയായിട്ട് സുദർശൻ പിന്നെ നിൽക്കുന്ന കാലഘട്ടത്തിൽ, അതേ മോഹൻ ഭഗവതിന് മുമ്പ് സുദർശനായിരുന്നല്ലോ. സുദർശൻ വർഷത്തിൽ 1-2 തവണ വാജ്പേയിയുടെ വീട്ടിലെത്തി വാജ്പേയിയുമായി ചർച്ച ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു വോയിസ് ഇല്ലല്ലോ ഇപ്പം. അതേപോലെ തന്നെ ഈ സ്വദേശി ജാഗരൺ മഞ്ച് പോലുള്ള സംഘടനകൾ ഉണ്ടായിരുന്നു. ആ സംഘടനകളൊക്കെ ആ സർക്കാരിനെതിരെ സമരം ചെയ്യുമായിരുന്നു. ഇപ്പോൾ സംഘപരിവാറിനകത്ത് ഒരു എതിർ ശബ്ദവുമില്ല, BJPക്കകത്ത് ഒരു എതിർ ശബ്ദവുമില്ല. അപ്പം ആ പാർട്ടിയെ ആ രീതിയിലേക്ക് മാറ്റിയെടുത്ത ഒരാളാണ് നരേന്ദ്രമോദി. നരേന്ദ്രമോദിയുടെ ഏകാധിപത്യമാണ് നടക്കുന്നത്. ആ ഏകാധിപത്യം രാജ്യത്തുടനീളം വ്യാപിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അതിനാണ് ഇന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് വൺ നേഷൻ വൺ ലീഡർ. ഇതാണ് നരേന്ദ്രമോദി ലക്ഷ്യം. ഒരു രാജ്യം, ഇവിടെ ഞാൻ മാത്രം മതി പിന്നെ രാജാവായിട്ട്, എനിക്ക് എതിർ ശബ്ദങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഈ രീതിയിലേക്ക് രാജ്യത്തെ മാറ്റാൻ പോകുന്നു. ഈ രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് ചെറിയ ഇമ്പാക്റ്റ് അല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും രാഷ്ട്രീയ കൗശലത്തോടു കൂടിയുള്ള ഒരു പ്രചാരണത്തിന് ഇന്ന് തുടക്കമിട്ടിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ. വലിയ ആശയക്കുഴപ്പമുണ്ടാകും. നരേന്ദ്രമോദിയുടെ ഏകാധിപത്യ പ്രവണതകളൊക്കെ ഇനി മുഴുവൻ സമയവും ഇനി അടുത്തുള്ള ഘട്ടങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെടുമെന്ന്. ഇനിയിപ്പോൾ മോദി ഷാ കൂട്ടുകെട്ട് സംബന്ധിച്ചുള്ള ഈ BJPയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇനി പുറത്തേക്ക് വരും. സ്വാഭാവികമാണത്. കാരണം ഇന്നിപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ. നോക്കൂ, യോഗി ആദിത്യനാഥിൻ്റെ സീറ്റാണ് ഉടനെ തെറിക്കാൻ പോകുന്നതെന്ന് പിന്നെ കെജ്രിവാൾ പറയുന്നുണ്ട്. അതായത് ഒരിക്കൽ കൂടി മോഡി അധികാരത്തിൽ വന്നാൽ 2 മാസത്തിനുള്ളിൽ
ദിവസത്തിനുള്ളിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിട്ടുള്ള ആദിത്യനാഥിനെ മാറ്റും. അതായത് തനിക്ക് താഴെ വേറെ ഒരാളും വരാൻ പാടില്ല. അങ്ങനെ വളർന്നു വരുന്നതൊക്കെ തനിക്ക് ഭീഷണിയാണെന്ന് നേരത്തെ തന്നെ തീരുമാനമുള്ള ഒരു നേതാവാണ്. ഞാനൊരു കാര്യം പറയാം. 2002 പിന്നെ മുഖ്യമന്ത്രിയായിട്ട് നരേന്ദ്രമോദി പിന്നെ അധികാരത്തിൽ വന്നല്ലോ. ഗുജറാത്തിൽ അധികാരം ഏറ്റെടുത്തു. അധികാരത്തിൽ വന്നെന്ന് പറഞ്ഞാൽ അവിടെ ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നമുണ്ടായി. പിന്നെ കേശുഭായ് പട്ടേലും പിന്നെ സുരേഷ് മെഹ്തയും തമ്മിൽ വലിയ തർക്കമുണ്ടായപ്പോൾ കേന്ദ്ര നേതൃത്വം, അന്ന് വാജ്പേയിയും അദ്വാനിയും കൂടിയാണ് നരേന്ദ്രമോദിയെ ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിട്ട് പറഞ്ഞയക്കുന്നത്. അദ്ദേഹം അവിടെ ഒന്ന് ചുമതലയേൽക്കുകയാണ് ചെയ്തത്. അന്ന് അദ്ദേഹം ആദ്യം നടപ്പാക്കിയ തീരുമാനം എന്താണെന്ന് അറിയാവോ? ഒരൊറ്റ മന്ത്രിമാർ വാർത്താ സമ്മേളനം നടത്തരുതെന്ന് പറഞ്ഞു. ഇനി ഞാൻ നടത്തിക്കോളാം വാർത്താ സമ്മേളനം. പിന്നെ ഗുജറാത്തിൽ നരേന്ദ്രമോദി ഭരിച്ചുകൊണ്ടിരുന്ന ഈ മുഴുവൻ കാലഘട്ടത്തിൽ ഒറ്റയാൾ വാർത്താ സമ്മേളനം നടത്തിയിട്ടില്ല. നരേന്ദ്രമോദി മാത്രം വാർത്താ സമ്മേളനം നടത്തുന്നത്. വേറെ ഒരാളും ബൈറ്റ് പോലും കൊടുക്കണ്ട, ഞാൻ നടത്തിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് തുടങ്ങുന്നത്. നിങ്ങൾക്കൊരു വലിയ ശബ്ദം ഈ രാജ്യം മുഴുവൻ കേട്ടിരുന്ന ഒരാളെ ഓർമ്മയുണ്ടാകുമല്ലോ, തൊഗാഡിയ. ആ തൊഗാഡിയ എവിടെ പോയി? തൊഗാഡിയ ഗുജറാത്തിൽ നിന്നുള്ള നേതാവായിരുന്നു. തൊഗാഡിയെ ഒതുക്കിയതാരാന്നറിയോ? പ്രതിപക്ഷമൊന്നുമല്ല. ഇവിടെ തൊഗാഡിയെ ഒതുക്കിയ ഒരൊറ്റയാളാണ് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിയുടെ ഈ ഭീഷണി കൊണ്ട് ഭയം വന്ന് ഭ്രാന്തായ അവസ്ഥയായിപ്പോയി തൊഗാഡിയയ്ക്ക്. തൊഗാഡിയായിരുന്നല്ലോ ഈ രാജ്യത്ത് ഏറ്റവും വലിയ വിഷം വമിപ്പിക്കുന്ന നേതാവ് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ. അപ്പോൾ ആ രീതിയിൽ അവിടെ ആദ്യം തൊഗാഡിയെ ഒതുക്കി, പിന്നിങ്ങോട്ടേക്ക് വന്നിട്ട് രാജ്യത്തിൻ്റെ നേതൃത്വത്തിലേക്ക് വന്നപ്പോൾ ആ പാർട്ടിയിലുണ്ടായിരുന്ന എല്ലാ നേതാക്കളെയും മൂക്കിന് ചെത്തി മൂലക്കിരുത്തി എന്ന് പറയുന്നത് പോലെ ആയി. ഇന്നിപ്പോൾ 1980-കളിൽ ഇന്ത്യയിൽ ഒരു വലിയ മുദ്രാവാക്യം ഉണ്ടായിരുന്നു, ഇന്ത്യയെ വിളിക്കൂ, ഇന്ത്യയെ രക്ഷിക്കൂ പറഞ്ഞിട്ട് മുദ്രാവാക്യം ഉണ്ടായിരുന്നു. അന്ന് അതിനെ അതിശക്തമായി എതിർത്തിട്ടുള്ള പ്രതിപക്ഷ പാർട്ടികളിൽ ഒന്നാണ് BJP എന്ന് പറയുന്നത്. വ്യക്തികേന്ദ്രീകൃതമാണ് ഈ പാർട്ടി എന്ന്. ഇന്നിപ്പം യാതൊരു ലജ്ജയും കൂടാതെ ഈ തെരഞ്ഞെടുപ്പിൽ 2024 തെരഞ്ഞെടുപ്പിൽ BJP മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം എന്താണെന്നുള്ളത് ഈ സമ്പത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഇന്ത്യ എന്നൊന്നും അല്ല പറയുന്നത്. മറിച്ച് മോദിയുടെ ഗ്യാരണ്ടിക്ക് വോട്ട് ചെയ്യൂ, മോദി പരിവാറിന് വേണ്ടി വോട്ട് ചെയ്യൂ. ഈ രീതിയിലാണ് വ്യക്തി കേന്ദ്രീകൃതമായി ഒരൊറ്റ നേതാവ് എന്നുള്ള നിലയിലേക്ക് ഈ തെരഞ്ഞെടുപ്പിലൂടെ BJPയെ ചുരുക്കുകയും അഥവാ നരേന്ദ്രമോദിയിലേക്കെല്ലാം കേന്ദ്രീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നതിനകത്ത് ഏറ്റവും വലിയ പ്രതിഷേധം രൂപപ്പെട്ടിരിക്കുന്നത് സംഘപരിവാറിനകത്ത് നിന്ന് തന്നെയാണ്. അതുകൊണ്ട് മോഡിയുടെ വീഴ്ച കൂടുതലായും ആഗ്രഹിക്കുന്നത് മോഡിക്ക് ചുറ്റും നിൽക്കുന്ന നേതാക്കൾ തന്നെയാണ്. അതോടൊപ്പം രാജ്യത്ത് ഇതാ നോക്കൂ, ഒരു വ്യക്തി കേന്ദ്രീകൃതമായ വ്യവസ്ഥിതിയിലേക്ക്, ഒരു ഏകാധിപത്യ അധികാരിയിലേക്ക് നമ്മുടെ തെരഞ്ഞെടുപ്പിനെ ചുരുക്കരുത് എന്നുള്ള ആശയത്തെ കൊണ്ടുവരാൻ വളരെ രാഷ്ട്രീയ കൗശലത്തോടുകൂടി ഇന്ന് അരവിന്ദ് കെജ്രിവാളിന് കഴിഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അത് വലിയ പ്രത്യാഘാതമുണ്ടാക്കും. അത് ഈ ഡൽഹിയിലും ഹരിയാനയിലും പഞ്ചാബിലും ഒന്നും മാത്രമല്ല. ഇന്നിപ്പോൾ കെജ്രിവാൾ പറഞ്ഞിട്ടുണ്ട്, ഈ രാജ്യത്തിൻ്റെ 21 ദിവസമുണ്ട്, എനിക്ക് ഒരു ദിവസം 24 മണിക്കൂറുമുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും ഞാൻ ഈ 3 സംസ്ഥാനങ്ങളിൽ മാത്രമല്ല രാജ്യമെമ്പാടും സഞ്ചരിക്കാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞത്. അദ്ദേഹം നോർത്ത് ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിക്കുകയാണെങ്കിൽ ഇന്നത്തെ പ്രസംഗം എന്നൊക്കെ പറഞ്ഞാൽ ഹൈലി കമ്മ്യൂണിക്കേറ്റിംഗ് അല്ലേ, വളരെ പെട്ടെന്ന് ആളുകളെ പിടിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിൽ വലിയ ഹർഷാരവങ്ങളോടുകൂടിയാണ് ആളുകൾ ഈ പ്രസംഗത്തെയൊക്കെ സ്വീകരിച്ചത്. ആ പ്രസംഗത്തെ സംബന്ധിച്ച് നമുക്ക് അടുത്ത ഘട്ടത്തിൽ വരാം. ഞാൻ പറയുന്നത് വലിയൊരു പൊളിറ്റിക്കൽ ക്യാമ്പയിന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഗതിയെ മാറ്റി തീർക്കാൻ കഴിയും വിധം സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു വലിയ പൊളിറ്റിക്കൽ ക്യാമ്പയിന് ഇന്ന് അരവിന്ദ് കെജ്രിവാൾ തുടക്കമിട്ടിരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. ശരി, കേജ്രിവാൾ കടന്നാക്രമിച്ചു എന്ന ചർച്ച തുടരാം ഇടവേളയ്ക്ക് ശേഷം. കേജ്രിവാൾ കടന്നാക്രമിച്ചു എന്ന ചോദ്യത്തിന് കടന്നാക്രമിച്ചു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ കൗശലത്തോടു കൂടിയുള്ള കടന്നാക്രമണം. BJPയെ തകർക്കാൻ പുറത്തുനിന്നുള്ള ശക്തികൾക്കല്ല, BJPക്കകത്തെ അന്തർസംഘർഷങ്ങളാണ് BJPയെ ശിഥിലീകരിക്കുക എന്നൊരു വിലയിരുത്തലുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ചില പ്രതികരണങ്ങളാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതിനകത്ത് നിലവിൽ അസംതൃപ്തി ഒന്നും കൂടി കൂട്ടുന്ന വിധത്തിലുള്ള പ്രതികരണങ്ങൾ ബുദ്ധിപൂർവ്വം പ്രയോഗിക്കുകയാണ് കേജ്രിവാൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 75 കഴിഞ്ഞാൽ മത്സരിക്കാൻ BJPയിൽ നേതാക്കൾക്കാവില്ല, അതാണല്ലോ BJPയുടെ നയം എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. അദ്വാനിയുടെയും മുരളി മനോഹർ ജോഷിയുടെയും അവസ്ഥ, അവർ ഏത് ഘട്ടത്തിലാണ് പിന്തള്ളപ്പെട്ടത് എന്ന കാര്യം അദ്ദേഹം സൂചിപ്പിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അത് പറഞ്ഞു വരുന്നത് പ്രതിപക്ഷത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എവിടെ എന്നുള്ളതാണല്ലോ നിങ്ങളുടെ ചോദ്യം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് മോദി. എന്തായാലും ആകില്ല, അദ്ദേഹത്തിന് അടുത്ത വർഷം 75 വയസ്സാകും. അപ്പോൾ അമിത്ഷായാകും ആ സ്ഥാനത്തേക്ക് വരിക എന്ന് പറയുമ്പോൾ അതിൽ നെറ്റിച്ചുളിക്കുന്ന മറ്റു ചില നേതാക്കളുണ്ടാവും. യോഗി ആദിത്യനാഥ്, BJPയെ വസുന്ധര രാജ സിന്ധ്യ, ശിവരാജ് സിംഗ് ചൗഹാൻ, രമൺ സിംഗ്, ഇവരുടെ രാഷ്ട്രീയ ജീവിതമൊക്കെ ഈ യോഗി ആദിത്യനാഥിന് വേണ്ടി ആയിരുന്നു അവരെ പിന്നാക്കം തള്ളിയത് എന്നുള്ള ഒരു വിലയിരുത്തലുണ്ട്. അപ്പോൾ ആ യോഗി ആദിത്യനാഥ് അങ്ങനെ വളർന്നു വരുമ്പോൾ മോദിക്ക് മുകളിലേക്ക് കടക്കുമോ എന്നുള്ള ആശങ്ക മോദിക്കുണ്ട് എന്നും യോഗി ആദിത്യനാഥും മോദിയും തമ്മിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള സൂചനകൾ നേരത്തെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അധികാരത്തിൽ വരികയാണെങ്കിൽ 2 മാസത്തിനുള്ളിൽ യോഗി ആദിത്യനാഥിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്നാണ് പറയുന്നത്. നേരത്തെ തന്നെ പുറത്തേക്ക് വന്നിട്ടുള്ള ഒരുപാട് വാർത്തകളുണ്ട്. അവിടുത്തെ ചീഫ് സെക്രട്ടറി അടക്കം മോദിയുടെ ഇഷ്ടക്കാരനെ
തന്നെയാണ് നിയോഗിച്ചത്. യോഗിക്ക് അതിൽ എതിർപ്പുണ്ടായിട്ടും എതിർപ്പ് വകവയ്ക്കാതെ, അതായത് യോഗി ആദിത്യനാഥ് അവിടെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള കൃത്യമായ വിവരങ്ങൾ നേരിട്ട് മോദിയിലേക്ക് എത്തണം. അവിടെ മോദിയെ കടന്നുകൊണ്ടുള്ള എന്തെങ്കിലും നടപടികളിലേക്ക് പാർട്ടി നേതൃത്വത്തിലേക്ക് കൂടുതൽ ഉയരാനുള്ള സാധ്യത അദ്ദേഹം ഭയപ്പെടുന്നുണ്ട്, ആശങ്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ അവിടെ മോദി ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് മോദി ഇനി അധികാരത്തിൽ വന്നാൽ അടുത്തത് ഇനി യോഗി ആദിത്യനാഥിലേക്ക് ആയിരിക്കും പോവുക എന്നുള്ളത്. അപ്പോൾ ആ രൂപത്തിൽ BJPക്ക് അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുന്ന ചില കാര്യങ്ങളാണ് അദ്ദേഹം പ്രതികരിച്ചത്. മദ്യനയത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ, മദ്യനയ കേസിനെ കുറിച്ച് ഒന്നും മിണ്ടിയിട്ടില്ല. അതിനെക്കുറിച്ച് തൻ്റെ റോൾ പറയരുതെന്നാണ് കോടതി പറഞ്ഞത്. അതല്ലാത്ത കാര്യങ്ങൾ വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാമായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു കാര്യം പറയുന്നു, മോദി അധികാരത്തിൽ വന്നാൽ മുഴുവൻ പ്രതിപക്ഷ നേതാക്കളും ഓരോ നേതാക്കളുടെയും പേരെടുത്ത് പറയുന്നുണ്ട്. നമ്മുടെ പിണറായി വിജയൻ്റെ കേരള മുഖ്യമന്ത്രിയുടെ അടക്കം പേര് പറഞ്ഞു. മുഴുവൻ പ്രതിപക്ഷ നേതാക്കളെയും അകത്തേക്ക് ജയിലിലേക്ക് ഇടാനുള്ള ശ്രമമാണ് നടത്തുക. അതുകൊണ്ട് അതിനെ തടയേണ്ടതുണ്ട്. അതിന് 140 കോടി ജനങ്ങൾ എനിക്ക് പിന്തുണ നൽകണം, ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് അദ്ദേഹം ഇന്ന് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു പ്രത്യേകതരം കോമ്പിനേഷനാണ് കേജ്രിവാൾ അല്ലെങ്കിൽ ആപ്പ് എന്ന പാർട്ടി എന്ന് പറയേണ്ടി വരും. അത് ഈ പറയുന്ന ഹിന്ദു വോട്ടുകളിലേക്ക് കടന്നു കയറുന്ന രീതിയിൽ ഹനുമാൻ ചാലിസ ചൊല്ലിക്കൊണ്ട് ഇന്ന് വാർത്താ സമ്മേളനം തുടങ്ങുന്നു. അതിനു മുമ്പ് അദ്ദേഹം ക്ഷേത്ര സന്ദർശനം നടത്തുന്നു. ഇടയ്ക്കിടയ്ക്ക് ഹനുമാൻ സ്വാമിക്ക് അദ്ദേഹം നന്ദി പറയുന്നു. ക്ഷേത്രത്തിലേക്ക് അണികൾ കൂടി വരേണ്ടതുണ്ട് എന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ ആ രൂപത്തിൽ ഇന്ന് കണ്ടത് വാർത്താ സമ്മേളനം എന്നതിലപ്പുറം അതൊരു റാലിയായി മാറിയിരിക്കുന്നു എന്നെന്ന് അതിനു മുന്നേ പ്രസംഗിച്ച പഞ്ചാബ് മുഖ്യമന്ത്രി തന്നെയാണ് പറയുന്നത്. ഇതൊരു വാർത്താ സമ്മേളനത്തിന് എന്നതിലപ്പുറത്തേക്ക് മാറിയിരിക്കുന്നു. വലിയ കയ്യടിയും വലിയ ഹർഷാരവും നമ്മൾ ആ വാർത്താ സമ്മേളനത്തിൽ തന്നെ കണ്ടതാണ്. അപ്പോൾ ഒരു വലിയ ആവേശം ആ രൂപത്തിൽ ഉണ്ടാക്കാൻ കേജ്രിവാളിന് സാധിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ BJPയിൽ നിന്ന് നോക്കൂ, അമിത്ഷായുടെ പ്രതികരണം കേജ്രിവാളിന് പെട്ടെന്ന് മറുപടി പറയുകയാണ്, അല്ലേ? നേരിട്ട് മറുപടി പറയുന്നു. ഇതുവരെ മറ്റു പ്രതിപക്ഷത്തെ നേതാക്കൾ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി നേരിട്ട് അപ്പോൾ തന്നെ മറുപടി കൊടുക്കുകയാണ്. രാജ്നാഥ് സിംഗിന്റെയും പ്രതികരണം അതെ, അപ്പോൾ തന്നെ പറയുകയാണ്, ഇല്ല മോദി തന്നെയാണ് അടുത്ത പ്രധാനമന്ത്രി, ആ കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ്? മോദിയുടെ ഗ്യാരണ്ടി അല്ല ഇനി നടക്കാൻ പോകുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെയല്ല എന്ന അടുത്ത ഘട്ടത്തിൽ വോട്ട് ചെയ്യാൻ പോകുന്ന വോട്ടർമാരോടാണ് പറയുന്നത്. ആശയക്കുഴപ്പമുണ്ട്. ആ ആശയക്കുഴപ്പം പെട്ടെന്ന് പരിഹരിക്കാനുള്ള ശ്രമമാണ് അമിത്ഷായുടെ ഭാഗത്തുണ്ടായത്. അതുപോലെ തന്നെ മറ്റൊരു കൗതുകരമായ കാര്യം, ഇപ്പോൾ സുപ്രീം കോടതി ഇങ്ങോട്ട് വരാത്ത ഒരു ഹർജിയിന്മേലാണ് തീരുമാനമെടുത്തത്, അല്ലേ? ഇങ്ങോട്ട് വരാത്ത ഒരു ഹർജിയിൽ ഈ നേതാവ് പുറത്തേക്ക് ഇറങ്ങേണ്ടതുണ്ട്, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങേണ്ടതുണ്ട്. അതാണ് ജനാധിപത്യത്തിൻ്റെ ഭംഗിയെന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയും അതിന്മേൽ തീരുമാനമെടുക്കുകയും ചെയ്യുകയാണ്. അത് അത്ര മനോഹരമായൊരു വിധിയായി തന്നെ ഇന്നലത്തെ വിധിയെ കാണേണ്ടി വരും. ആ വിധി എത്രത്തോളം ആശങ്കപ്പെടുത്തുന്നു BJP എന്നുള്ളതാണ്. അപ്പോൾ ജുഡീഷ്യറിയെ കടന്നാക്രമിച്ചുള്ള പ്രതികരണങ്ങൾ തന്നെ ഇന്ന് BJPയിൽ നിന്ന് വന്നിരിക്കുകയാണ്. ഇന്ന് വിനയ് സഹസ്രബുദ്ധിയുടെ പ്രതികരണം വന്നിരിക്കുന്നു. തിരഞ്ഞെടുപ്പിനിടെ ഒരു പക്ഷം പിടിച്ചുകൊണ്ട് ജഡ്ജിമാരും ഭാഗമാകുന്നു എന്നൊരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ചർച്ച നടത്തുമ്പോഴും BJP പ്രതിനിധി ആ രൂപത്തിൽ തന്നെയാണ്, ജുഡീഷ്യറി ആ രൂപത്തിലേക്ക് പോകുന്നു, ഒരു ഭാഗം പിടിച്ചുകൊണ്ട്. പല ഘട്ടങ്ങളിലായി ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് വരുന്ന വിധികൾ നമ്മൾ കണ്ടിട്ടുള്ളതാണത്. കേന്ദ്രത്തിന് നല്ല തിരിച്ചടിയാകുന്ന തീരുമാനങ്ങളാണ്. ഇപ്പോൾ കേജ്രിവാൾ ഇറങ്ങിയത് ആ തരത്തിലൊരു തിരിച്ചടിയായിരിക്കുന്നു. മർമ്മത്തിലടിച്ചുകൊണ്ടുള്ള പ്രതികരണത്തിലേക്ക് കേജ്രിവാളിന് പോകാനാകുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. അദ്ദേഹം UP ആണ് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്, ഡൽഹിയുമൊന്നുമല്ല, UP ആണ്. അപ്പോൾ UPയിലേക്ക് അദ്ദേഹം വരുന്നു എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ്. അപ്പോൾ UPയിൽ പ്രചാരണം നടത്തുമായിരിക്കും. ഇന്ത്യയിൽ എങ്ങും അദ്ദേഹം പ്രചാരണം നടത്തും. ആ പ്രചാരണത്തിന് മുഴുവൻ പ്രതിപക്ഷ നേതാക്കളും ഒരുമിച്ചുണ്ടാകും. ഇനി ഈ ഏകാധിപതിയായ മോദി ഇനി അധികാരത്തിൽ വരേണ്ടതില്ല എന്ന് രാഹുൽ ഗാന്ധിയും കേജ്രിവാളും ഒരേ സ്വരത്തിൽ പറയുന്നു. ഒരേ സ്വരത്തിൽ പറയുന്നതിനപ്പുറം ഒരുമിച്ചുള്ള പ്രചാരണത്തിലേക്ക് ഇനി വരുമോ എന്നുള്ളതാണ് ഇനി കാണേണ്ട ദൃശ്യം. ഏതായാലും ഹനുമാൻ സ്വാമിക്ക് നന്ദി പറഞ്ഞ് ക്ഷേത്രത്തിൽ അണികളെ ക്ഷണിച്ച് അതോടൊപ്പം അംബേദ്കറെയും ഭഗത് സിംഗിനെയും സ്മരിച്ചുകൊണ്ട് അവരുടെ ചിത്രങ്ങൾ വാർത്താ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് അംബേദ്കറുടെ സ്വപ്നം നടപ്പാക്കുന്ന നേതാവാണ് താൻ പറയുന്നു. എന്താണ് ബാബാ സാഹിബ് തേര അധൂര സപ്ന കേജ്രിവാൾ കരേഗ പൂര എന്ന് അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ ഹനുമാൻ ചാലിസ ചൊല്ലുന്നു. ഈ തരത്തിലൊരു പ്രത്യേക കോമ്പിനേഷൻ, ആ കോമ്പിനേഷന് കൃത്യമായ ആ രൂപത്തിൽ തന്നെ, അതായത് BJPയുടെ അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നതുകൊണ്ട് അതിനൊരു മറുപടി പറയാൻ BJPക്ക് പലപ്പോഴും കഴിയുന്നില്ല. അതാണ് ഈ നോട്ടിൽ ദൈവങ്ങളുടെ പടം വേണമെന്നുള്ള ആവശ്യം അദ്ദേഹം പറയുമ്പോഴും ഇന്തോനേഷ്യയിലൊക്കെ അത് നടപ്പാക്കിയിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോഴും അതിനെ എതിർക്കാൻ BJPക്ക് സാധിക്കുന്നില്ല. അതാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അതേ നയവുമായി വരുന്നവരെ എങ്ങനെ ആക്രമിക്കണം എന്നറിയാത്തൊരവസ്ഥ. അങ്ങനെയാണ് കേജ്രിവാളിനെ ജയിലിലേക്ക് അയക്കാനുള്ള തീരുമാനമുണ്ടായത്. അത് സുപ്രീം കോടതി ഏത് രൂപത്തിൽ കൈകാര്യം ചെയ്തു എന്നും കാണുന്നതാണ്. ഈ 6ാം ഘട്ടം എന്ന് പറയുന്നത് ഡൽഹി തെരഞ്ഞെടുപ്പ് 6ാം ഘട്ടത്തിൽ, അതിന് 15 ദിവസമുണ്ടല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. മെയ് 25. അപ്പോൾ 21 ദിവസം എന്നുള്ളത് അദ്ദേഹം ഈ രാജ്യത്തെങ്ങും ആ രൂപത്തിൽ ആഞ്ഞടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം എന്ന് മാത്രമല്ല
മുഴുവൻ പ്രതിപക്ഷം ആ രൂപത്തിൽ വരും. അപ്പോൾ ഒരു കടന്നാക്രമണം തന്നെയാണ് കേജ്രിവാൾ നടത്തിയിരിക്കുന്നത്. ആ കടന്നാക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിയാതെ BJP ആകെക്കൂടെ ആശങ്കപ്പെടുന്ന, വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ചയാണ് കണ്ടിട്ടുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഡോക്ടർ അരുൺ. സ്മൃതി, തീർച്ചയായിട്ടും കടന്നാക്രമണം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ രാഷ്ട്രീയ തന്ത്രം പ്രധാനമായിട്ടും 3 എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിലൊന്ന് മോദിയുടെ റെട്ടറിക്കാണ്, 2 മോദിയുടെ ഗ്യാരണ്ടിയാണ്, 3 മോദിയുടെ ഡിവിസീവ് സ്ട്രാറ്റജിയാണ്. ഇത് 3 മോദി പ്രയോഗിച്ചു കഴിഞ്ഞു. ഇത് 3ൻ്റെയും കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് മോദിയാണ്. അഥവാ 3ാമത്തെ തവണ ഇന്ത്യയെ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ BJPക്ക് ഒരൊറ്റ പ്രത്യയശാസ്ത്രമേ ഉള്ളൂ, BJPക്ക് ഒരൊറ്റ സ്ട്രാറ്റജിയേ ഉള്ളൂ, BJPക്ക് ഒരൊറ്റ ഫേസേ ഉള്ളൂ. ആ ഫേസും സ്ട്രാറ്റജിയും ഒരാളാണ്, അതാണ് നരേന്ദ്രമോദി. ഇന്നത്തെ പ്രസംഗം ഡീകോഡ് ചെയ്ത് നമ്മൾ നോക്കിയാൽ ആ പ്രസംഗത്തിൽ ചില പ്രധാന സവിശേഷതകൾ കാണാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആ പ്രസംഗത്തിൻ്റെ കുന്തമുന നീണ്ടിരിക്കുന്നത് ഈ മോദിയിലേക്ക് തന്നെയായിരുന്നു. ഈ തിരഞ്ഞെടുപ്പിൽ മോദിയെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് BJP തുടക്കം കുറിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷം, ഏറ്റവും കൂടുതൽ ക്യാമറ കണ്ണുകൾ, ഏറ്റവും കൂടുതൽ ദൃശ്യപരതയുള്ള ഒരു പത്രസമ്മേളനത്തിൽ വെച്ച് അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യയോട് ചോദിക്കുന്ന ചോദ്യമാണ്. അദ്ദേഹം ഇന്ന് പ്രസംഗം നടത്തുമ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുന്നത്, അദ്ദേഹം അവിടെ കൂടിയിരുന്ന പ്രവർത്തകരെ ഒരു ഫ്ലൈയിങ് കിസ് കൊടുത്തുകൊണ്ടാണ് പ്രസംഗം തുടങ്ങുന്നത്. 2020 അദ്ദേഹം ജയിച്ചു വരുമ്പോൾ ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം തുടങ്ങുന്നത്. സാധാരണക്കാരിലേക്ക് കണക്ട് ചെയ്തിട്ട് അദ്ദേഹം പറയുന്നു, ഇത് TV ചാനലുകളിലൂടെ ഇരുന്ന് കാണുന്ന കോടിക്കണക്കിന് പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ തുടർച്ച. 140 കോടി ജനങ്ങളിലേക്കും ഞാൻ എത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു. ഈ നരേന്ദ്രമോദിയുടെ പേരിലുള്ള BJPയുടെ നരേറ്റീവിനെ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് പൊളിച്ചു കളഞ്ഞിരിക്കുന്നു എന്നതാണ്, അഥവാ അതിനെ പിടിച്ചു കുലുക്കിയിരിക്കുന്നു എന്നതാണ് ആക്രമണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം. എങ്ങനെയൊക്കെയാണ്? വ്യത്യസ്ത തലങ്ങളിലാണ്. ഒന്ന്, ഏറ്റവും പ്രധാനമായി ഇത് മോദിയുടെ ഗ്യാരണ്ടി ആണെങ്കിലും അത് നടപ്പിലാക്കാൻ പോകുന്നത് മോദിയല്ല എന്ന് പറയുന്നതിലൂടെ നിങ്ങൾ മോദിക്ക് കൊടുക്കുന്ന ഓരോ വോട്ടും അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാനാണ് എന്ന് പറയുന്നതിലൂടെ മോദിയെ ഈ നരേറ്റീവിൻ്റെ ലീഡർഷിപ്പിൽ അഥവാ നേതൃത്വ സ്ഥാനത്ത് നിന്ന് അരവിന്ദ് കെജ്രിവാൾ നിഷ്കാസനം ചെയ്യുന്നു. നമുക്കറിയാം 2015 ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ സർക്കാർ രൂപീകരിക്കുമ്പോൾ 67 MLA-മാരുടെ പിന്തുണയുണ്ടായിരുന്നു. 70-ൽ 67. പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും, അന്ന് 2014 ശേഷം രാജ്യമൊട്ടാകെ മോദി വേവ് നിറഞ്ഞു നിൽക്കുന്ന സമയം, ആ മോദി തരംഗത്തിൽ കടപുഴകി വീഴാതെ പോയ സ്റ്റേറ്റ് ആയിരുന്നു ഡൽഹി എന്ന് മാത്രമല്ല 70-ൽ 67 സീറ്റുകളും ആം ആദ്മി പാർട്ടിയുടെ ഈ IRSൽ നിന്ന് വന്ന മെക്കാനിക്കൽ എഞ്ചിനീയറായ, വളരെ സാധാരണ രീതിയിൽ സംസാരിക്കുന്ന, വളരെ എലക്വൻ്റായി സംസാരിക്കുന്ന, ഒട്ടേറെ രാഷ്ട്രീയ പാരമ്പര്യമൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ സ്വന്തമാക്കുന്നു. നരേന്ദ്രമോദിയുടെ തിളക്കത്തിനേറ്റ മങ്ങലായിരുന്നു അത്. അപ്പോൾ അന്ന് മുതൽ നരേന്ദ്രമോദിയെ നേരിട്ട് ആക്രമിക്കുകയാണ്. പിന്നീട് അരവിന്ദ് കെജ്രിവാൾ ചോദിച്ചില്ലേ, എവിടെയാണ് നരേന്ദ്രമോദി നിങ്ങളുടെ വിദ്യാഭ്യാസം? ഞാൻ എൻ്റെ ഖരഗ്പൂരിലെ IIT ബിരുദം കൊടുക്കാൻ തയ്യാറാണ്. ക്യാൻ യു പ്രൊഡ്യൂസ് ഇറ്റ്? നിങ്ങൾ പാസ്സായ എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസിലെ സയാജിറാവ് ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയിലെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമോ? അതായത് നരേന്ദ്രമോദിയുടെ വ്യക്തിത്വത്തെ തന്നെയാണ് നേരിട്ട് എപ്പോഴും ആക്രമിച്ചു കൊണ്ടിരുന്നത് അരവിന്ദ് കെജ്രിവാൾ. ഒടുവിൽ വാരണാസിയിൽ പോയി മത്സരിക്കാൻ തയ്യാറാവുന്നു ഇതേ അരവിന്ദ് കെജ്രിവാൾ. എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിക്ക് നേരെ ആക്രമണത്തിൻ്റെ കുന്തമുന കൂർപ്പിക്കുക എന്നതാണ്. ഈ പ്രസംഗത്തിൽ പല ഭാഗങ്ങളിലും ആ കുന്തമുനകൾ ചെന്ന് നിൽക്കുന്നത് നരേന്ദ്രമോദിയിലേക്കാണ്. ഒന്ന്, മോദിയുടെ ലീഡർഷിപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്നു. 2, അതിനൊരു കൺവിൻസിംഗ് ആയ രീതിയിൽ ഒരു ഉത്തരം കൂടി പറയുകയാണ്. മോദിയുടെ ഭരണത്തിൽ വരാൻ കാരണമെന്ന് പറയുന്നതിന് വളരെ കൺവിൻസിംഗ് ആയിട്ട് മറുപടി. 75 വർഷത്തിൻ്റെ ഭരണം എന്ന തത്വം കൊണ്ടുവന്നത്, 75 വർഷത്തിൻ്റെ ലീഡർഷിപ്പ് എന്ന ചട്ടം കൊണ്ടുവന്നത് ഇതേ നരേന്ദ്രമോദിയാണെങ്കിൽ 2025 സെപ്റ്റംബർ മാസം 17-ാം തീയതി 75 വയസ്സ് തികയുന്ന നരേന്ദ്രമോദിക്ക് മുരളി മനോഹർ ജോഷിയെ വീട്ടിലിരുത്തിയ അതേ ചട്ടം, സുമിത്ര മഹാജനെ വീട്ടിലിരുത്തിയ അതേ ചട്ടം നിങ്ങൾക്ക് എങ്ങനെയാണ് നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ മാത്രം ബാധകമാകാതിരിക്കുക? അങ്ങനെയാണെങ്കിൽ മോദിയുടെ ഗ്യാരണ്ടി നടപ്പിലാക്കാൻ പോകുന്നത് അമിത്ഷായായിരിക്കും എന്ന് പറയുന്നതിലൂടെ ആ ലീഡർഷിപ്പിൽ നിന്ന്, നേതൃത്വത്തിൽ നിന്ന്, നരേറ്റീവിൻ്റെ കേന്ദ്രസ്ഥാനത്ത് നിന്ന് മോദിയെ മാറ്റാൻ ഒരു ശ്രമം നടത്തുന്നു. പ്രസംഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. 2ാമത് കടന്നാക്രമിക്കുന്നത് എങ്ങനെയാണ്? നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ടോട്ടൽ ലീഡർഷിപ്പിനെ, വൺ നേഷൻ വൺ ലീഡർ, തൻഷാഹി എന്നാണ് അദ്ദേഹം ആ വാക്കിനെ വിശേഷിപ്പിക്കുന്നത്. മേരെ ദേശ് കോ തൻഷാസി സേ ബചാ ലോ എന്നാണ് പറയുന്നത്. എൻ്റെ രാജ്യത്തെ ഏകാധിപത്യ
ഏകാധിപത്യത്തിൽ നിന്ന് രക്ഷിക്കൂ എന്ന് പറയുമ്പോൾ അദ്ദേഹം താനാ പറയുന്നു അത് പാർട്ടിക്കുള്ളിലും ഒരു സമഗ്രാധിപതിയായി മാറുന്നു. തനാഷാഹി സെ ബെജാലോ എന്നാണ് പറയുന്നത്. ഏകാധിപത്യത്തിൽ നിന്ന് രക്ഷിക്കൂ എന്നാണ് പറയുന്നത്. അത് രണ്ട് രീതിയിലാണ്. വൺ നേഷൻ വൺ ലീഡർ എന്ന നിലയിലുള്ള ഏകാധിപത്യം, രണ്ട് രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളെ മുഴുവൻ ജയിലിലടച്ചുകൊണ്ടുള്ള ഏകാധിപത്യം. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, നേതൃത്വത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് മാറ്റുന്നു, പകരം അവിടെ അമിത്ഷായെ പ്ലേസ് ചെയ്യുന്നു. നിങ്ങളുടെ ഓരോ വോട്ടും അമിത്ഷായ്ക്കുള്ളതാണെന്ന് പറയുമ്പോൾ മോദിയെ കേന്ദ്രസ്ഥാനത്ത് നിന്ന് മാറ്റുന്നു. രണ്ട്, വൺ നേഷൻ വൺ ലീഡർ എന്നതിലൂടെ രണ്ടു രീതിയിലുള്ള ഏകാധിപത്യം നരേന്ദ്രമോദി ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു. ഒന്ന്, പാർട്ടിക്കുള്ളിൽ നിങ്ങൾ വസുന്ധര രാജ സിന്ധ്യയെ നോക്കൂ, ശിവരാജ് സിംഗ് ചൗഹാനെ നോക്കൂ. ഭൂരിപക്ഷം നേടിയിട്ടും മധ്യപ്രദേശിൽ മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാതെ എങ്ങനെയാണ് ശിവരാജ് ചൗഹാനെ ഒതുക്കുന്നത്? എങ്ങനെയാണ് നിങ്ങൾ വസുന്ധര രാജ സിന്ധ്യയെ ഒതുക്കുന്നത്? എങ്ങനെയാണ് നേരത്തെ സുമിത്ര മഹാജനെ ഒതുക്കിയത്? എങ്ങനെയാണ് ഈ ലീഡർഷിപ്പിനെ മനോഹർലാൽ ഖട്ടറെ ഒതുക്കിയിരിക്കുന്നത്? അതുപോലെ ഇനി ഊഴം വരാൻ പോകുന്നത് യോഗി ആദിത്യനാഥിൻ്റെതാണ്. അധികാരത്തിലെത്തിയാൽ 2 മാസത്തിനുള്ളിൽ യോഗി ആദിത്യനാഥിനെ വീട്ടിലിരുത്തുമെന്ന് പറയുന്നു. പാർട്ടിക്കുള്ളിലുള്ള ആ ഏകാധിപതിയെ നിങ്ങൾ തിരിച്ചറിയുന്നത് BJP-യിലെ മൃദു സോഫ്റ്റ് ഹിന്ദു വോട്ടർമാരോടുള്ള ആഹ്വാനമാണ്. അതൊരിക്കലും സഹിക്കില്ല നരേന്ദ്രമോദിക്ക്. അതൊരു പ്രധാനപ്പെട്ട വിമർശനം. രണ്ടാമത്തത്, രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കളെ മുഴുവൻ ജയിലിലടച്ചിട്ടില്ലേ? എണ്ണി പറയുകയാണ് അരവിന്ദ് കെജ്രിവാൾ. തേജസ്വി യാദവിനെ ജയിലിലടയ്ക്കാൻ ശ്രമിക്കുന്നു. മമതാ ബാനർജിയുടെ ക്യാബിനറ്റിലെ മന്ത്രിമാരെ നിങ്ങൾ ജയിലിലടയ്ക്കാൻ ശ്രമിക്കുന്നു. ഹേമന്ത് സോറനെ നിങ്ങൾ ജയിലിലടച്ചു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നിങ്ങൾ സമരം ചെയ്യുന്നു. MK സ്റ്റാലിനെ ജയിലടയ്ക്കാൻ ശ്രമം നടത്തുന്നു. തൻ്റെ കാര്യം മാത്രം അവിടെ പറയുന്നില്ല. അരവിന്ദ് കെജ്രിവാൾ തൻ്റെ കാര്യത്തെ പറയാൻ ഉപയോഗിക്കുന്നത് അതാണ് മൂന്നാമത്തെ സ്ട്രാറ്റജി. നരേന്ദ്രമോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജി 2015 കൊണ്ടുവന്നത് എന്താ? പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ, രാഷ്ട്രീയ ധാർമ്മികതയുടെ ഒരു രൂപം. അതായത് കുടുംബമില്ലാത്ത, അഴിമതി ചെയ്യാനുള്ള ഒരു സാഹചര്യവുമില്ലാത്ത ഒരു നേതാവ് എന്നൊരു പ്രതിച്ഛായ ഉണ്ടല്ലോ, കളങ്കരഹിതനായ നേതാവ്. ആ കളങ്കരഹിതനായ നേതാവ് എന്ന പട്ടം നരേന്ദ്രമോദി താങ്കൾക്കല്ല ചേരുക എന്ന് പറയാൻ എങ്ങനെയാണ് അരവിന്ദ് കെജ്രിവാൾ ആ ഭാഷ ഉപയോഗിക്കുന്നത്? അരവിന്ദ് കെജ്രിവാൾ പറയുന്നത് ഇങ്ങനെയാണ്: എന്നെ അഴിമതിയുടെ പേരിൽ നിങ്ങൾ ജയിലിലടച്ചു പറയുന്നു നരേന്ദ്രമോദി, നിങ്ങൾ അഴിമതിക്കെതിരായ പാഠം എന്നിൽ നിന്ന് പഠിച്ചു തുടങ്ങണം. അതും വളരെ കൺവിൻസിംഗ് ആയ രീതിയിലാണ്. 2015 തന്നെ ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ ഇബ്രാഹിം എന്ന് പറയുന്ന ആം ആദ്മി പാർട്ടിയിലെ ഒരു പ്രധാനപ്പെട്ട ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് കൈകാര്യം ചെയ്തിരുന്ന വകുപ്പ് മന്ത്രിക്ക് ഒരു കടക്കാരൻ 5 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്തു എന്ന് കേട്ട മാത്രയിൽ ആ മന്ത്രിയെ മന്ത്രിസഭയിൽ നിന്ന് ചെവി അറിയാതെ CBIക്ക് കൈമാറിയ ആളാണ് ഞാൻ, പറയുന്നത് അരവിന്ദ് കെജ്രിവാൾ. എന്നിട്ട് പറയുന്നു, എന്നെയാണ് നിങ്ങൾ അഴിമതിയുടെ പേരിൽ ജയിലിലടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മിസ്റ്റർ മോദി, നിങ്ങൾ അഴിമതി വിരുദ്ധത എന്താണെന്ന് കണ്ടുപഠിക്കണമെങ്കിൽ എന്നിലേക്ക് വരൂ. അത് നരേന്ദ്രമോദി സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കളങ്കരഹിതമായ രാഷ്ട്രീയം അഥവാ പൊളിറ്റിക്കൽ മൊറാലിറ്റി, രാഷ്ട്രീയ ധാർമ്മികതയുടെ സുതാര്യ രാഷ്ട്രീയത്തിൽ ഏറ്റവും കനത്ത പ്രഹരമാണ് അരവിന്ദ് കെജ്രിവാൾ ഏൽപ്പിക്കുന്നത്. എന്നിട്ട് ഒന്നുകൂടി പറയുന്നു, ഇത് ഞാൻ അവിടെ കൊണ്ടു നിർത്തില്ല, പഞ്ചാബിലും സമാനമായ രീതിയിൽ എൻ്റെ മന്ത്രിസഭയിൽ നിന്നൊരു മന്ത്രിയെ ഞാൻ പുറത്താക്കി. എന്നിട്ട് അരവിന്ദ് കെജ്രിവാൾ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നു. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. അരവിന്ദ് കെജ്രിവാൾ പറയുന്നു, നിങ്ങൾ എന്താ പറഞ്ഞത്? BJP എനിക്കെതിരെ സമരം ചെയ്തു, ജയിലിൽ കിടക്കുന്ന സമയത്ത് ഞാൻ മുഖ്യമന്ത്രി പദം എന്തുകൊണ്ട് മുറുകെ പിടിച്ചിരിക്കുന്നു? നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കാത്തത് എന്താ? അധികാരത്തോട് താല്പര്യമുള്ളവരല്ല ഞാൻ. ഇവിടെ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നത് സർവ്വസംഘ പരിത്യാഗിയായി തീരുന്ന വിശ്വഗുരുവിനെ അരവിന്ദ് കെജ്രിവാൾ ചെക്ക്മേറ്റിലേക്ക് വയ്ക്കുന്നത് എങ്ങനെയാണ്? 2015 അധികാരത്തിലെത്തി 49 ദിവസം കഴിഞ്ഞപ്പോൾ ഓംബുഡ്സ്മാൻ ബില്ല് പരാജയപ്പെടുമ്പോൾ ഞാൻ അധികാരത്തിൽ നിന്ന് അധികാരം പുല്ലുപോലെ ഇറങ്ങി കളഞ്ഞുപോയ ആളാണ് എന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറയുന്നത്. ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളിലാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രസംഗത്തെ നമുക്ക് ഡീകോഡ് ചെയ്യാൻ സാധിക്കുക. ആ ഡീകോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ചെന്ന് നിൽക്കുന്നത് നരേന്ദ്രമോദിയിലേക്കാണ്. അതുകൊണ്ടാണ്, അതിൻ്റെ അപകടം മണത്തുകൊണ്ടാണ് രാജ്നാഥ് സിംഗിനും അമിത്ഷായ്ക്കും അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രസംഗത്തോട് പ്രതികരിക്കേണ്ടി വന്നത്. 24 മണിക്കൂറിനുള്ളിൽ, ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 5 മണിക്കൂറിനുള്ളിൽ പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഒരു കൺഫ്യൂഷനുമില്ല എന്ന് പരിഭ്രാന്തനായി പറയുന്ന അമിത്ഷായെ നമ്മൾ കാണുന്നത് ഇതാദ്യമായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ നരേറ്റീവായി പടരാൻ പോവുകയാണ്. മോദിയെ നിങ്ങൾ ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, മോദിയെ നിങ്ങൾ കേന്ദ്രസ്ഥാനത്ത് നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പിലെ 3 പ്രധാനപ്പെട്ട വജ്രായുധങ്ങൾ, മോദിയുടെ റെട്ടറിക്, മോദിയുടെ ഡിവിസീവ് സ്ട്രാറ്റജി, മോദിയുടെ ഗ്യാരണ്ടി, ഇത് 3ഉം യഥാർത്ഥത്തിൽ നിഷ്പ്രഭമായി തീരും. അതൊഴിച്ചു നിർത്തിയാൽ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒന്നുമില്ല എന്നതാണ് വാസ്തവം. താഴെ ഗ്രൗണ്ടിൽ തൊഴിലില്ലായ്മയുടെ നിരക്ക് വർദ്ധിക്കുന്നു. താഴത്തെ നിരക്കിൽ ജനജീവിതം ദുസ്സഹമാകുന്ന അവസ്ഥയുണ്ടാവുന്നു. താഴത്തെ തട്ടിൽ ഗ്യാസിന്റെ വില വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ ജീവിതം ദുസ്സഹമാകുന്ന ഘട്ടത്തിൽ മോദി എന്ന് പറയുന്ന ഒരു സിമ്പിളിനെ അറ്റാക്ക് ചെയ്യലാണ് ഏറ്റവും നല്ല മാർഗമെന്ന് പറയുന്നു. ഒരു കാര്യം കൂടി സ്മൃതി നമ്മൾ ഓർമ്മിക്കണം. 2014 മോദി അധികാരത്തിൽ വരുമ്പോൾ മോദി പ്രതിപക്ഷത്തിന്റെ ആർഗ്യുമെന്റുകൾക്ക് പിന്നാലെ അല്ല പോയത്. മോദി അന്ന് ഭരണപക്ഷത്തിലിരുന്ന
UPA സർക്കാരിനെ നിശിതമായി വിമർശിച്ച് ആ ആന്റി ഇൻകുംബൻസി ഭരണവിരുദ്ധ വികാരം പൂർണ്ണമായിട്ടും മുതലാക്കിക്കൊണ്ടാണ് നരേന്ദ്രമോദി വരുന്നത്. അന്ന് നരേന്ദ്രമോദിക്ക് പിന്നാലെയായിരുന്നു പ്രതിപക്ഷം. എന്നാൽ നോക്കൂ, 2019 ആകുമ്പോൾ ഹൈപ്പർ നാഷണലിസത്തിന്റെ മറ്റൊരു അമിത ദേശീയതയുടെ ഒരു ആഖ്യാനം സൃഷ്ടിക്കുന്നുണ്ട്, ഒരു നെറേറ്റീവ് സൃഷ്ടിക്കുന്നുണ്ട്. ആ നെറേറ്റീവിലൂടെ അധികാരത്തിലെത്തുമ്പോഴും അന്നും കോൺഗ്രസിന് പിന്നാലെ പോയില്ല നരേന്ദ്രമോദി എന്നത് ഓർമ്മിക്കണം. പുൽവാമയും ബലാക്കോട്ടും തുണയ്ക്കുന്നു. അപ്പോൾ ഹൈപ്പർ നാഷണലിസത്തിന്റെ ഒരു നെറേറ്റീവിൽ തുടർച്ചയായി രണ്ടാമത്തെ തവണയും പ്രതിപക്ഷത്തിന് പിന്നാലെ മറുപടി പറയാൻ പോകുന്നില്ല. പക്ഷെ മൂന്നാമത്തെ തവണയാകുമ്പോൾ നോക്കൂ, ആദ്യഘട്ടത്തിൽ 400 സീറ്റിന്റെ ആത്മവിശ്വാസവുമായി പ്രചരണ രംഗത്തിറങ്ങുന്ന BJPക്ക് അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസംഗത്തിന് മറുപടി പറയേണ്ടി വരുന്ന അമിത്ഷായെ നമുക്ക് കാണേണ്ടി വരുന്നു. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങളെ കോട്ടിയിട്ട് പ്രസംഗിക്കേണ്ടി വരുന്ന നരേന്ദ്രമോദി നമുക്ക് കാണേണ്ടി വരുന്നു. ഈ പ്രചരണങ്ങളിലുടനീളം കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിലേക്ക്, രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങളിലേക്ക്, എന്തിനേറെ സാം പിത്രോദയുടെ സ്റ്റേറ്റ്മെന്റിലേക്കും മണിശങ്കർ അയ്യരുടെ സ്റ്റേറ്റ്മെന്റുകളിലേക്കും മടങ്ങിപ്പോകുന്ന കോൺഗ്രസ് BJP ആണ് നമ്മൾ കാണുന്നത്. BJP ഇത് കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലും BJPയുടെ പ്രചരണ രീതി ഇതായിരുന്നില്ല. BJP അവരവരുടേതായ നരേഷൻ, അവരവരുടേതായ മുദ്രാവാക്യം, ആ മുദ്രാവാക്യത്തിനോടൊപ്പം സഞ്ചരിക്കുക എന്നതായിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷത്തിന് പിന്നാലെ സഞ്ചരിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് തന്നെ പ്രചരണ രംഗത്ത് ബഹുദൂരം പിന്നിലായിരിക്കുന്നു NDA എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ അർത്ഥത്തിൽ ഇനി വരാൻ പോകുന്നത്, ഇന്നലെ ഒരു വലിയ കൊടുങ്കാറ്റ് സംഭവിച്ചു എന്നാണ് പറഞ്ഞത്. ആ കൊടുങ്കാറ്റിന്റെ തുടർച്ചയാണ് വരാൻ പോകുന്ന ദിവസങ്ങളിലും സംഭവിക്കാൻ പോകുന്നത്. അതൊരു ചെറിയ മാറ്റമായിരിക്കില്ല എന്ന് ഞാൻ കാണുന്നു. ഇന്നത്തെ പ്രസംഗം ആ രീതിയിൽ നരേന്ദ്രമോദിയെ തന്നെ കടന്നാക്രമിച്ചുകൊണ്ട്, BJPയുടെ സ്ട്രാറ്റജിയെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗം കൂടിയായിരുന്നു. ഇന്നലത്തെ ദിവസത്തിന്റെ പ്രത്യേകതയുണ്ട് എന്ന് ഈ ആം ആദ്മി പാർട്ടിയിലെ ഒരു നേതാവ് പറഞ്ഞു. അത് ഇന്നലെ അക്ഷയ തൃതീയായിരുന്നു. അക്ഷയ തൃതീയ സാധാരണ രീതിയിൽ ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഓസ്പീഷ്യസ് ഡേ ആണ്. ആ ദിവസം അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങുന്നു എന്നുള്ളതൊരു പ്രധാന സൂചനയാണ്. അത് ആം ആദ്മി പാർട്ടിക്കും രാജ്യത്തിനും ഐശ്വര്യം കൊണ്ടുവരും. രസകരമായ ഒരു കാര്യം, ഇന്നലെ അവിടെ കാറ്റും പൊടിക്കാറ്റും ബഹളമൊക്കെ ഉണ്ടായല്ലോ. ഞാൻ ഇറങ്ങിയതിന്റെ കാറ്റാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് സ്റ്റോം വന്നിരുന്നു, ഇന്നലെ ഒരു കൊടുങ്കാറ്റ് വന്നിരുന്നു. ആ കൊടുങ്കാറ്റിന്റെ തുടർച്ചയാണ് വരാൻ പോകുന്ന ദിവസങ്ങളിൽ. ഞാൻ 140 കോടി ജനങ്ങളിലേക്ക് എത്തുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും നേരത്തെ സൂചിപ്പിച്ചു, ഈ ആകെ ഇനി അവശേഷിക്കുന്ന 21 മണിക്കൂറാണ്. ഒരു ദിവസം 24 മണിക്കൂറുണ്ട്. ഞാൻ 36 മണിക്കൂർ പണിയെടുക്കാൻ പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പറഞ്ഞിരിക്കുന്നതിനകത്തൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഉണ്ട്. അത് BJPയുടെ ആം ആദ്മി പാർട്ടിയുടെ ഒരു ബേസിക് പൊളിറ്റിക്കൽ ഫിലോസഫിയാണ്. ആം ആദ്മി പാർട്ടി അവരുടെ പൊളിറ്റിക്കൽ ഫിലോസഫിയായി ഡയറക്റ്റായിട്ട് പ്രഖ്യാപിച്ചത് ഒറ്റ കാര്യമേ ഉള്ളൂ: വർക്ക് ആൻഡ് വർക്ക്. പണിയെടുക്കുക. ഇതാണ് ആം ആദ്മി പാർട്ടിയുടെ സ്ട്രാറ്റജി. അപ്പോൾ അതുകൊണ്ടാണ് ഹനുമാനെ പോലും അതുമായി ബന്ധപ്പെട്ടാണ്. ഹനുമാൻ നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. തൻ്റെ പ്രിയപ്പെട്ട രാമന് വേണ്ടി എന്തും പണിയെടുക്കുന്ന ആളാണ്. അതുപോലെ രാജ്യത്തിന് വേണ്ടി പണിയെടുക്കുന്ന, ഒരുപക്ഷെ രാമരാജ്യം എന്ന് പറയുന്ന സങ്കല്പം ആം ആദ്മി പാർട്ടി തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് മാനിഫെസ്റ്റോയിൽ, 2020 യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഹനുമാനിലേക്ക് മാറുന്ന ഒരു പൊളിറ്റിക്കൽ ഷിഫ്റ്റാണ്. എങ്ങനെയാണ് പൊളിറ്റിക്കൽ ഷിഫ്റ്റ് വരിക? ഈ പ്രത്യയശാസ്ത്രത്തെ അഥവാ ഒരു മിഡിൽ ക്ലാസിൻ്റെ ആശയത്തെ കൂടുതൽ നന്നായി വിളക്കിച്ചേർക്കാൻ കഴിയുന്നത് രാമനല്ല, പകരം രാമഭക്തനായ ഹനുമാനാണ്. അവിടെ ഹനുമാൻ ലാളിത്യമുള്ളവനായിത്തീരുന്നു. രാമന്റെ രാജ്യത്തിൽ ഭരിക്കുന്നത് രാമനായിരിക്കും, പക്ഷെ ഞാൻ ഹനുമാനെയാണ് ഭജിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ രാമനാകാനല്ല ആഗ്രഹിക്കുന്നത്, പകരം ദേശത്തിന്റെ ഹനുമാനാകാനാണ് എന്നതാണ് ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയമായിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ. എന്ന് പറഞ്ഞാൽ ഹനുമാൻ ഭക്തനായ, ഹനുമാൻ ചാലീസ് ചൊല്ലുന്ന ഈ എനിക്ക് വോട്ട് നൽകിയാൽ ഈ രാജ്യത്തിന് വേണ്ടിയായിരിക്കും അത്. അതിനുവേണ്ടി തൻ മൻ ധൻ ഞാൻ ഉപയോഗിക്കുന്നു, അത് ഉപയോഗിച്ച് പോരാടുന്നുവെന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത്. അത് റെട്ടറിക്കിനേക്കാളും അപ്പുറം സാധാരണക്കാരിലേക്ക് എത്തിയ പ്രസംഗമാണ്. ഈ പ്രസംഗം കൂടിയാണ് BJP ഭയക്കുന്നത്. ഈ പ്രസംഗത്തിന്റെ സ്വഭാവം രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലില്ല. കോൺഗ്രസിന്റെ ക്യാമ്പിൽ ഒരാൾക്ക് പോലും ആ രീതിയിൽ ഇതേപോലെ വൈകാരികമായ കണക്റ്റോടുകൂടി പ്രസംഗിക്കാൻ കഴിയില്ല. അത് നന്നായി അറിയാവുന്നയാളാണ് അരവിന്ദ് കെജ്രിവാൾ. അത് നമ്മൾ അണ്ണാ ഹസാരെ മൂവ്മെന്റിൽ കണ്ടതാണ്. അതിനുശേഷമുള്ള 2014-ലെയും 2015-ലെയും പ്രസംഗങ്ങളിൽ കണ്ടതാണ്. 2020-ലെ പ്രസംഗത്തിൽ കണ്ടതാണ്. ഇന്നത്തെ ദിവസവും ആ രീതിയിൽ മാർക്ക് ചെയ്യപ്പെടുന്നൊരു ദിവസം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. സ്മൃതി, ശരി, നമുക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. യൂണിഭാഷൻ, ഇപ്പോൾ മറ്റന്നാൾ 96 സീറ്റുകളിലേക്കാണ് 11 സംസ്ഥാനങ്ങളായി നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ്. അതോടുകൂടി തന്നെ തെക്കേ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാവുകയുമാണ്. ഇനി ആകെ 250 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനുമിരിക്കുന്നു. ഇവിടെയൊക്കെ കൂടി കേജ്രിവാൾ കടന്നു പോകുമെന്നാണോ, അല്ലെങ്കിൽ അതുവരെയും ഈ 7ാം ഘട്ടം വരെയും കേജ്രിവാൾ എഫക്റ്റ് അങ്ങ് നിൽക്കും എന്നാണോ കരുതേണ്ടത്? നോക്കൂ, അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം ഒന്ന് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ഇന്നിപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യാനുള്ളൊരു സാഹചര്യം ഒരുക്കിയത് യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധിയാണല്ലോ. നോക്കൂ, അത്
BJPയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇരുട്ടടിയായിരുന്നു. അവരുടെ വിദൂര സ്വപ്നത്തിൽ പോലും കോടതി ഇങ്ങനെ ഒരു ഇടപെടൽ നടത്തുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം PMLA ആക്ട് എന്ന് പറയുന്നത് അത്ര സ്ട്രോങ് ആയ ഒരു ആക്ടാണ്. അപ്പോൾ അതൊരു മണി ലോണ്ടറിങ് കേസാണ്, ഒരു ജാമ്യവും കിട്ടാത്ത കേസാണ്. അങ്ങനെ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു കേസിൽ കുറ്റാരോപിതനായി ജയിലിൽ കിടക്കുന്ന അരവിന്ദ് കെജ്രിവാളിനെ ഏതെങ്കിലും കോടതി ഏതെങ്കിലും സമയത്ത് രക്ഷിക്കാൻ വരും എന്ന് BJP പ്രതീക്ഷിക്കുന്നില്ല, നരേന്ദ്രമോദി പ്രതീക്ഷിക്കുന്നില്ല, അമിത്ഷാ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അത്ര ശക്തമായ ആക്ടാണ് ഈ PMLA ആക്ട് എന്ന് പറയുന്നത്. അതിന് ജാമ്യം കിട്ടാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരുടെ വിദൂര സ്വപ്നങ്ങളിൽ പോലും ഇങ്ങനെ ഒരു ഇരുട്ടടി പ്രതീക്ഷിച്ചില്ല, ഒരു തീരുമാനം പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ടാണ് ശക്തമായ ഇരുട്ടടിയായത്. നമ്മൾ നാട്ടിൽ പറയാറില്ലേ, ജയിലിടിഞ്ഞാലും പുറത്തു വരാത്ത ചില കേസുകളെന്ന് പറയും. ജയിലൊക്കെ ഇടിഞ്ഞു വീണാലും ചില കേസുകളിൽ പെട്ടിരിക്കുന്ന ആൾക്ക് പുറത്തു വരാൻ കഴിയാതെ പോകും. അത്തരത്തിലൊരു കേസിൽ കുടുക്കിയാണ് ഇദ്ദേഹത്തെ അകത്തിട്ടത്. എന്ന് മാത്രമല്ല, നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ അങ്ങോട്ടേക്ക് ജാമ്യാപേക്ഷയുമായിട്ട് പോയിട്ടുമില്ല കോടതിയിൽ അരവിന്ദ് കെജ്രിവാൾ കോടതിയിൽ പറഞ്ഞിരിക്കുന്ന ഏക കാര്യം എന്ന് പറയുന്നത് എൻ്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണ്, അതുകൊണ്ട് അറസ്റ്റ് റദ്ദാക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. അതിനെ പരിഗണിച്ച കോടതി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കോടതി പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ സറൗണ്ടിങ് സർക്കംസ്റ്റാൻസസ് കൂടി പരിശോധിക്കുന്നു. എന്താണ് ആ സറൗണ്ടിങ് സർക്കംസ്റ്റാൻസസ്? രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു, അത് ഈ ജനാധിപത്യ പ്രക്രിയ, ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയാണ്. അവിടെ ഒരു സെർവിങ് ചീഫ് മിനിസ്റ്റർ, അയാൾ ഒരു ഹാബിച്വൽ ഒഫൻഡർ അല്ല, അയാൾ ഒരു ക്രിമിനലും അല്ല. അപ്പോൾ അങ്ങനെ ഒരാൾ അക്യൂസേഷൻ മാത്രമാണ്, കുറ്റാരോപണം മാത്രമാണ്, അത് തെളിയിക്കപ്പെട്ടിട്ടില്ല, അതിൽ ശിക്ഷയും വിധിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇത്തരം ഒരു വലിയ രാജ്യം ഒരു വലിയ ജനാധിപത്യ പ്രക്രിയയിലൂടെ കടന്നു പോകുമ്പോൾ ഇദ്ദേഹത്തെ പിടിച്ച് ജയിലിട്ടിരിക്കുന്നത് ശരിയല്ല എന്നൊരു കോടതി തീരുമാനിച്ചതാണ് ഈ സംഭവത്തിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഒരർത്ഥത്തിൽ 2024 തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമ വിധി ജൂൺ 4 തീയതി വരുമ്പോൾ അത് NDAക്കും BJPക്കും നരേന്ദ്രമോദിക്കും എതിരായൊരു ജനവിധിയായി തീരുകയാണെങ്കിൽ ഈ പറയുന്ന സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുന്നത് അതിൽ വഹിക്കുന്ന ഒരു നിർണായകമായ പങ്കുണ്ടായിരിക്കുന്ന തരത്തിലൊരു സംശയമില്ല. ആ വിധി ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തെ തന്നെ ഒരു പക്ഷേ മാറ്റിമറിക്കാൻ പോകുന്ന തരത്തിലുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാൻ പോകുന്നൊരു വിധിയാണ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞുകൊള്ളട്ടെ. കാരണം അത് ആ കോടതി എടുത്ത ഈ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടല്ലോ, നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ സംവിധാനങ്ങൾ, ഭരണഘടനാ സ്ഥാപനങ്ങളൊക്കെ തന്നെയും പിടിച്ചടക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ പ്രതിരോധം തീർക്കാൻ നിയമവ്യവസ്ഥയിൽ നിന്ന് അടക്കമുള്ള ആളുകൾ രംഗത്ത് വരുന്നു എന്ന് പറയുന്നത് ഇപ്പോൾ BJPക്കാർ ആരോപിക്കുന്ന കണക്ക് ജഡ്ജിമാർ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഭാഗം ചേർന്നുകൊണ്ട് പ്രവർത്തിച്ചു എന്നൊക്കെ പറയുന്ന അങ്ങേയറ്റം അങ്ങനെ സംഭവിക്കുന്നുണ്ട് ഈ രാജ്യത്ത്, യാതൊരു സംശയമില്ല. പക്ഷേ ഇവിടെ ആളുകൾക്ക് വളരെ കൺവിൻസിംഗ് ആണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന എന്ന് പറയുന്നതിൻ്റെ അന്തസത്ത തന്നെ ജനാധിപത്യമാണെന്നും ആ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ പ്രക്രിയ ആയിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ഒരു സർക്കാർ കുറ്റം ആരോപിച്ച് അകത്തിട്ടതിൻ്റെ പേരിൽ പ്രവർത്തിക്കാൻ കഴിയാതെ പോകുന്നൊരു സാഹചര്യം ഉണ്ടാകരുത് എന്നും വിചാരിക്കുന്നത് അങ്ങേറ്റം ജനാധിപത്യ മൂല്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിധി പ്രസ്താവമാണ്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ ഇമ്പാക്റ്റ് നോക്കൂ. ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രചാരണം തുടങ്ങുന്ന ഏക നേതാവ് നരേന്ദ്രമോദിയാണ്, അല്ലേ? അദ്ദേഹം എവിടെ പോയാലും ആദ്യം തന്നെ എല്ലാവരെയും കൊണ്ട് ഭാരത് മാതാ കി ജയ് എന്ന് വിളിപ്പിക്കും. ഇടയ്ക്കൊക്കെ ചില പ്രചാരണ യോഗങ്ങളിൽ അമിത്ഷായും അത് ചെയ്യുന്നുണ്ട്. പക്ഷേ മോഡിയാണ് അതിൻ്റെ ഒരാൾ. ഇവിടെ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ വന്നിട്ട് ആദ്യം ചെയ്യുന്ന കാര്യം എന്താ? ഭാരത് മാതാ കി ജയ് എന്ന് ആദ്യം പറയും, എല്ലാവരെയും കൊണ്ടും അത് ഏറ്റുവിളിപ്പിക്കും. എന്നിട്ട് ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു ചന്ദനക്കുറിയൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ. പിന്നെ അദ്ദേഹം ഇന്ന് ആദ്യം പോയത് ഹനുമൻ ക്ഷേത്രത്തിലാണ്, രണ്ടാമത് പോയത് ശിവക്ഷേത്രത്തിലാണ്, മൂന്നാമത് പോയത് ശനി ഭഗവാന്റെ ക്ഷേത്രത്തിലാണ്. അങ്ങനെ ക്ഷേത്രങ്ങളിലെല്ലാം പോയതിനു ശേഷമാണ് വന്നിരിക്കുന്നത്. ഞാൻ അത്തരത്തിലുള്ള ഒരു പ്രചാരണത്തിനെ അനുകൂലിക്കുന്ന ആളേ അല്ല. ഭാരത് മാതാ കി ജയ് പറയുന്നതോടൊപ്പം തന്നെ ഇൻക്ലാബ് സിന്ദാബാദും പറയും. അത് പറയും. പക്ഷേ ഈ പറയുന്ന ഒരർത്ഥത്തിൽ നോക്കൂ, നമ്മൾ എതിർക്കുന്ന ഇത്തരത്തിലുള്ള മതചിഹ്നങ്ങളെ ഉപയോഗിച്ച്, ദൈവങ്ങളെ ഉപയോഗിച്ച് നടത്തുന്ന പ്രചാരണത്തിനെ എതിർക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അതിനോട് യോജിപ്പില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ ചില കാലഘട്ടങ്ങളിൽ ചില പിന്തിരിപ്പൻ ആശയങ്ങൾ പോലും ചില പുരോഗമനപരമായിട്ടുള്ള ഒരു വഴി തുറക്കാൻ സഹായിക്കുമെന്ന് പറയും. ഇപ്പോൾ നമ്മൾ 1975 അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചു. ആ അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് തോളോട് തോൾ ചേർന്ന് നിന്ന് സമരം ചെയ്തവരാണല്ലോ കേരളത്തിലെ സോഷ്യലിസ്റ്റുകളും RSSകാരും. അങ്ങനെ ചരിത്രമില്ലേ? കാരണം വെച്ചാൽ ഇപ്പോൾ അടൽ ബിഹാരി വാജ്പേയിയും മൊറാർജി ഈ ബാബു ജഗജീവൻ റാമും ജയപ്രകാശ് നാരായണനും LK അദ്വാനിയൊക്കെ ഒറ്റ സെല്ലിലാണ് കിടന്നിരുന്നത്. അന്ന് ആ പോരാട്ടത്തിൽ ഇന്ദിരാഗാന്ധി ഒരു ഏകാധിപത്യ പ്രവണതയോടുകൂടി പ്രവർത്തിക്കുകയും രാജ്യത്തെ ഏകാധിപത്യത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ അതിനെതിരായിട്ട് യോജിക്കാൻ കഴിയുന്ന എല്ലാവരുമായും യോജിച്ച് ജനാധിപത്യത്തിന് വേണ്ടിയിട്ടൊരു പോരാട്ടം നടത്തുമ്പോൾ ആ കാലഘട്ടത്തിൽ ജനസംഘവുമായി ഒത്തുചേർന്നിട്ടുള്ള ആളുകളാണ് ഇന്ത്യയിലെ സോഷ്യലിസ്റ്റുകൾ. അപ്പോൾ അങ്ങനെ കമ്മ്യൂണിസ്റ്റുകളും ഐക്യപ്പെട്ടിട്ടുണ്ട്. അതൊരു യോജിച്ച സമരമായിരുന്നു, അത് ഏകാധിപത്യത്തിനെതിരായിട്ട് സമരമായിരുന്നു. അതുകൊണ്ട് ചില കാലഘട്ടങ്ങളിൽ ഈ പിന്തിരിപ്പനായ ആശയങ്ങൾക്ക് ചില പുരോഗമനപരമായ പങ്കുവഹിക്കാൻ
ഉണ്ടാകും. ഞാൻ ഒരു പിന്തിരിപ്പൻ പാർട്ടിയാണ് പിന്നെ ആം ആദ്മി പാർട്ടി എന്നല്ല പറഞ്ഞു വരുന്നത്. മറിച്ച് ആം ആദ്മി പാർട്ടിയുടെ പ്രചാരണ രീതികൾ എന്ന് പറയുന്നത് അവർ നിശ്ചയമായും ഈ പറയുന്ന ഹൈന്ദവ പിന്നെ ബിംബങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും ഹൈന്ദവ ദേവതകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും ഒക്കെയാണ്. പക്ഷേ ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ട് BJP-യിൽ നിന്നൊരു വലിയ വ്യത്യാസം ആം ആദ്മി പാർട്ടിക്കുണ്ട്. അവർ വർഗീയ കലാപം ഉണ്ടാക്കില്ല, മതത്തിൻ്റെ പേരിൽ ആളുകളെ കൊല്ലില്ല, ഡിവിസീവായ പൊളിറ്റിക്സ് അവരുടെ ആശയമേ അല്ല. രാജ്യത്ത് ഈ പറയുന്ന മതേതരത്വം നിലനിൽക്കണമെന്ന് തീരുമാനിച്ചിട്ടുള്ള അത് ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ്. പക്ഷേ ഈ പറയുന്ന ഒരു രാഷ്ട്രീയ തന്ത്രം എന്ന നിലയ്ക്ക് അവർ പലപ്പോഴും ഇത്തരത്തിലുള്ള രീതികൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടൊരു സംശയം വേണ്ട, ഇനി നടക്കാനിരിക്കുന്ന ഈ പറയുന്ന മെയ് 25-ാം തീയതി നടക്കാനിരിക്കുന്ന ഡൽഹി തെരഞ്ഞെടുപ്പിന് ഇനി BJP-ക്ക് ഒരു പ്രതീക്ഷയും വേണ്ട കേട്ടോ. ഇന്നത്തെ അരവിന്ദ് കെജ്രിവാളിൻ്റെ പെർഫോമൻസിൽ നിന്ന് അത് മനസ്സിലാക്കിക്കോളൂ. 7 സീറ്റും ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ കൈയടക്കിയാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. പഞ്ചാബിൽ 13 സീറ്റിൽ 13 സീറ്റും പിന്നെ ആം ആദ്മി പാർട്ടി കൈയടക്കിയാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. പകരം ഹരിയാനയിൽ 10 സീറ്റിൽ 7 8 സീറ്റ് കോൺഗ്രസിന് ആം ആദ്മി പാർട്ടി സംഭാവന ചെയ്യുമെന്ന കാര്യത്തിൽ എനിക്കിപ്പോൾ സംശയമില്ല. 30 സീറ്റുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. 25 സീറ്റുകൾ വരെ ഇപ്രാവശ്യം ഈ 30 സീറ്റുകൾ, അതായത് ഹരിയാന, പഞ്ചാബ്, ഡൽഹി, ഞാനൊരു പ്രവചനം നിർവഹിക്കാൻ പറയുകയാണ്. ഹരിയാന, പഞ്ചാബ്, ഡൽഹിയിലെ 30 സീറ്റുകളിൽ 25 സീറ്റുകൾ വരെ ഈ പറയുന്ന കോൺഗ്രസ് ആം ആദ്മി സഖ്യം നേടിയെടുത്താൽ അത്ഭുതപ്പെടാനില്ല. അവിടെ അത് അവസാനിക്കത്തില്ല. മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പോകും, അത് ഉത്തർപ്രദേശിലേക്ക് പോകും, മഹാരാഷ്ട്രയിലേക്ക് പോകും, ബീഹാറിലേക്ക് പോകും. ഇനി ഒരു സ്റ്റാർ ക്യാമ്പയിനറായിട്ട് അരവിന്ദ് കെജ്രിവാൾ വരും. പ്രധാനമായും അരവിന്ദ് കെജ്രിവാൾ നന്നായി രാഷ്ട്രീയം സംസാരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പം രാഹുൽ ഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കൾ രാഷ്ട്രീയം പറയുന്നതിലൊട്ടും പിന്നിലല്ല. പക്ഷേ അവർ പറയുന്നത് ഈ പറയുന്ന വലിയ റിയാലിറ്റിയൊക്കെയാണ്. ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്നു, രാജ്യത്തിൻ്റെ മതേതരത്വ അപകടത്തിലായിരിക്കുന്നു, CAA കൊണ്ടുവരുന്നത് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടാണ്, രാമജന്മഭൂമിയുടെ വിഷയം പറയുന്നു. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിൽ പോലും ജനങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന സാധാരണക്കാരന്റെ ഭാഷയാണ് മേരക്കോ എന്നൊക്കെ പറയുന്നത്. അതാണ്. ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ പറയുന്ന ഈ ബൊഫേഴ്സ് പിന്നെ വലിയ കുംഭകോണം ഉണ്ടായല്ലോ. ഈ ബൊഫേഴ്സ് കുംഭകോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ആൾക്ക് മനസ്സിലാവില്ല എന്താണെന്നുള്ളത്. ഇപ്പോൾ ഒരു ഉത്തർപ്രദേശിലോ ബീഹാറിലോ ഒരു ഗ്രാമീണനായ മനുഷ്യൻ്റെ മുമ്പിൽ പോയിട്ട് ബൊഫേഴ്സ് എന്ന് പറയുന്ന ഒരു വലിയ അഴിമതി രാജീവ് ഗാന്ധി ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ആൾക്ക് മനസ്സിലാവണമെന്നില്ല. അന്ന് VP സിംഗിൻ്റെ പ്രചാരണത്തെക്കുറിച്ച് രസകരമായൊരു സംഭവം ഉണ്ട്. VP സിംഗ് ഈ പ്രചാരണം നടത്താൻ പോകുമ്പോൾ, പിന്നീട് രാജീവ് ഗാന്ധിക്ക് ശേഷം VP സിംഗ് ആണല്ലോ അധികാരത്തിൽ വരുന്നത്. VP സിംഗ് പ്രചാരണം നടത്താൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ ഒരു തീപ്പെട്ടി കരുതിയിട്ടുണ്ടാവും. എന്നിട്ട് ഈ തീപ്പെട്ടിയുമായിട്ടാണ് അദ്ദേഹം പോവുക. എന്നിട്ട് ഈ ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ തീപ്പെട്ടി പോക്കറ്റിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ട് പറയും, ഇതിന് 10 പൈസയേ ഉള്ളൂ, ഈ തീപ്പെട്ടിക്ക് 10 പൈസയേ ഉള്ളൂ. നിങ്ങൾ ഈ 10 പൈസ കൊടുത്തിട്ട് ഈ തീപ്പെട്ടി വാങ്ങിക്കുമ്പോൾ അതിനകത്ത് 3 പൈസ സർക്കാരിന് പോകുന്നുണ്ട്. ആ 3 പൈസയാണ് ഈ രാജീവ് ഗാന്ധി തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് നിങ്ങളുടെയൊക്കെ എന്ന് പറയുമ്പോൾ തീപ്പെട്ടി ഇല്ലാത്തൊരു വീടുമില്ലല്ലോ. അപ്പോൾ വളരെ പെട്ടെന്ന് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. ഒരു സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലഘട്ടത്തിലാണ് VP സിംഗ് ഇങ്ങനെ ഒരു പ്രചാരണം നടത്തിയത്. തീപ്പെട്ടിയിൽ നിങ്ങൾ 10 പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന തീപ്പെട്ടിയുടെ അതിൻ്റെ മുഴുവൻ പൈസ അടിച്ചു മാറ്റിയ ഒരാളാണ് ഈ രാജീവ് ഗാന്ധി എന്നുള്ള നിലയ്ക്കാണ് അന്ന് VP സിംഗ് ഈ പ്രചാരണം ആസൂത്രണം ചെയ്തത്. ഇത് വളരെ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഒരു തീ പോലെ പടരുകയും ചെയ്തു. അവിടെയാണ് ഈ ബോഫേഴ്സ് എന്ന് പറഞ്ഞാൽ വലിയ തോക്കാണെന്നോ അതിനകത്തുനിന്ന് കോടിക്കണക്കിന് രൂപ രാജീവ് ഗാന്ധി അടിച്ചുകൊണ്ട് പോയെന്നോ എന്ന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല ആളുകൾക്ക്. പക്ഷേ ഇത് വളരെ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഈ രീതിയിലാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ വോട്ട് ചെയ്യാൻ പോകുന്നത് നരേന്ദ്രമോദിക്കാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും, പക്ഷേ നാളെ പ്രധാനമന്ത്രിയാകാൻ പോകുന്ന അമിത്ഷായാണെന്ന് പറയുന്നു. ആ അർത്ഥത്തിലൊക്കെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ കൗശലത്തോടു കൂടി ഇനി ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ അരവിന്ദ് കെജ്രിവാൾ നന്നായി പ്രചരണം നടത്തുകയും അതൊരു വലിയ ഇമ്പാക്റ്റ് ആകുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വീഴ്ച എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ച് അകത്തിട്ടു എന്നുള്ളതാണ്. അതിനേക്കാൾ വലിയ ഇരുട്ടടി എന്ന് പറയുന്നത് രാജ്യത്തെ ഏറ്റവും പരമോന്നതമായ നീതിപീഠം സ്വമേധയാ ഒരു തീരുമാനമെടുത്തുകൊണ്ട് ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിർണായകമായൊരു തീരുമാനമെടുത്തുകൊണ്ട് വലിയൊരു അടി ഈ സർക്കാരിന് നൽകി എന്നുള്ളതുമാണ്. അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. തിരിച്ചെത്താം ഇടവേളയ്ക്ക് സമയം കൂടിയുള്ളൂ. ഇന്നിപ്പോൾ നടന്നിരിക്കുന്ന ആ റോഡ് ഷോയിൽ അത്രയ്ക്കും ജനപങ്കാളിത്തമായിരുന്നു. വലിയ ആവേശത്തോടു കൂടി ആളുകൾ പങ്കെടുത്തു. അപ്പോൾ ഈ ദില്ലിയിൽ നല്ല സ്കൂളുകളും ആശുപത്രികളും നിർമ്മിച്ചതാണോ താൻ ചെയ്ത തെറ്റ് എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. അത് ജനങ്ങൾക്ക് നേരിട്ട് കിട്ടിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതൊന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. നേരത്തെ സുന്ദർ കെജ്രിവാൾ ആയിരുന്നപ്പോഴും ഈ കെജ്രിവാൾ ജയിലിൽ കിടന്ന ഘട്ടത്തിൽ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ജയിലിലേക്ക് പോയിരിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തതാണ് അദ്ദേഹത്തെ ജയിലിലാക്കിയിരിക്കുന്നത്. ഇതിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തിരഞ്ഞെടുപ്പിൽ ആ രൂപത്തിൽ തന്നെ പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഡോക്ടർ അരുൺ, നമുക്ക് എങ്ങനെ അവസാനിപ്പിക്കാം ഇത്? ഈ മുദ്രാവാക്യങ്ങളിൽ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഇന്ന് തുടങ്ങിയ ആദ്യത്തെ 2 മുദ്രാവാക്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നിങ്ങൾ പറഞ്ഞതുപോലെ ഭാരത് മാതാ കി ജയ്, അത് ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം സമ്മാനിച്ചത് അസിമുല്ല ഖാൻ ആണല്ലോ. ഇടക്കാലത്ത് അത് വിവാദമായിരുന്നു. അപ്പോൾ അസിമുല്ല ഖാൻ്റെ മുദ്രാവാക്യവും പിന്നെ ഹസ്രത് മൊഹാനിയുടെ മുദ്രാവാക്യവും, കമ്മ്യൂണിസ്റ്റായ ഹസ്രത് മൊഹാനിയുടെ ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യവുമാണ് അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ഉപയോഗിക്കുന്നത്.
ഇത് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നമ്മൾ സാധാരണ ആം ആദ്മി പാർട്ടിയെക്കുറിച്ചുള്ള രാഷ്ട്രീയ പഠനത്തിൽ പറയുന്നത് ആം ആദ്മി പാർട്ടി വളരെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ആശയങ്ങളെയാണ് കൊണ്ടു നടക്കുന്നത്. ഒരേ സമയം വികസനത്തെക്കുറിച്ച് പറയും, അതേസമയം ആചാരങ്ങളിലും അവർ ആകൃഷ്ടരാണ്. ഒരേ സമയം തന്നെ അവർ ഹിന്ദു ദൈവങ്ങളെക്കുറിച്ച് പറയും, ഹനുമാനെക്കുറിച്ച് പറയും, അതേസമയം തന്നെ അംബേദ്കറിനെ കുറിച്ചും പറയും. അംബേദ്കറിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഫണ്ട് ചിലവാക്കിയ ഡൽഹി മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഉണ്ടാക്കിയത് പഞ്ചാബിലാണ്. പഞ്ചാബിൽ 31.34% അവിടുത്തെ ദളിത് വിഭാഗങ്ങൾ എന്ന് പറയുന്നത്. 13 സീറ്റുകളിൽ എങ്ങനെയാണ് ആം ആദ്മി പാർട്ടി അത്ഭുതം സൃഷ്ടിക്കാൻ പോകുന്നത്? 7% നിന്നാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ പാർട്ടി 23% കഴിഞ്ഞ ലോക്സഭയിൽ അവരുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിച്ചത്. നിയമസഭയിൽ അവർ ഭഗവത് മാൻ സിംഗിനെ മുഖ്യമന്ത്രിയാക്കുന്ന തലത്തിലേക്ക് വളർന്നത്. എന്ന് പറഞ്ഞാൽ ആ മുദ്രാവാക്യത്തിൽ തന്നെ അരവിന്ദ് കെജ്രിവാളിൻ്റെയും ആം ആദ്മി പാർട്ടിയുടെയും രാഷ്ട്രീയമുണ്ട്. ഇത് എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ചേർന്ന് പോകാൻ കഴിയുന്ന രാഷ്ട്രീയ ആശയമായിട്ട് ഇതിനെ മാറ്റിയിരിക്കുന്നു. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അതിനോട് ചേർന്ന് നിൽക്കാം. കാരണം ഞങ്ങൾ കൊണ്ടുവരുന്ന ജനക്ഷേമ രാഷ്ട്രീയം നിങ്ങൾക്ക്, അതുകൊണ്ടാണ് പിണറായി വിജയൻ്റെ പേരെന്ന് പറയുന്നത്, മമതാ ബാനർജിയുടെ പേര് പറയുന്നത്, സ്റ്റാലിൻ്റെ പേര് പറയുന്നത്. ആ പേര് പറച്ചിലിൽ ഒരു പേര് പക്ഷേ മിസ്സിംഗ് ആയിരുന്നു. അതെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് രാഹുൽ ഗാന്ധിയുടെ പേരാണ്. രാഹുൽ ഗാന്ധിയുടെയോ കോൺഗ്രസ് നേതാക്കളുടെയോ പേര് ഇന്ന് അരവിന്ദ് കെജ്രിവാൾ ഒരുപക്ഷെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളവരുടെ പട്ടികയിൽ പറഞ്ഞില്ല എന്നതും ഉയർന്നു വരുന്നുണ്ട്. അത് ആ രൂപത്തിൽ അതിനെ കാണേണ്ടതുണ്ടോ? കാരണം ഒന്നാമത് ഈ കേജ്രിവാൾ ജയിലിൽ കിടക്കുമ്പോൾ തന്നെ നിയമസഹായം എന്നുള്ളത് കോൺഗ്രസിൽ നിന്നാണ് വാദിച്ചത്. അല്ലല്ല, അവിടെ ഒരു പ്രശ്നമുണ്ട്. ദാറ്റ്സ് ക്ലിയർ സർ. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ കേസ് ആദ്യം കൊടുക്കുന്നത് കോൺഗ്രസ് ആണ്. അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ അടയ്ക്കാനുള്ള ആദ്യത്തെ VK സക്സേനയോട് ആവശ്യപ്പെടുന്നത് കോൺഗ്രസ് ആണ്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമായി അവിടെ കിടക്കുന്നത്. ഇപ്പം കോൺഗ്രസ് ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിമാരെ കുറിച്ച് പറയാമായിരുന്നു. DK ശിവകുമാറിനെയും സിദ്ധരാമയ്യയെ കുറിച്ചും പറയാമായിരുന്നു. പറഞ്ഞില്ലല്ലോ. രാഹുൽ ഗാന്ധിയെ വിട്ടേക്കു. ഹിമാചൽ പ്രദേശിൽ നേരത്തെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയാമായിരുന്നു. അപ്പോൾ ഇത് രേവന്ത് റെഡ്ഡിയെ കുറിച്ച് പറയാമായിരുന്നു. ആ മിസ്സിംഗ് അവിടെ ഉണ്ട് എന്നതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഉദ്ധവ് താക്കറെയുടെ പേര് പറയുകയും ചെയ്തു. ഉദ്ധവ് താക്കറയുടെ പേര് പറഞ്ഞു, ഉദ്ധവ് താക്കറയുടെ പേര് പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ ദൃശ്യം കൂടെ നമ്മളതിൽ വായിച്ചെടുക്കേണ്ടതുണ്ട്. പക്ഷേ ഈ സമയത്ത് അരവിന്ദ് കെജ്രിവാൾ ഉയർത്തിയ പ്രചരണത്തിൻ്റെ കൊടുങ്കാറ്റിലാണ് എല്ലാവരുടെയും ശ്രദ്ധയുള്ളത്. പക്ഷേ വളരെ സൂക്ഷ്മമായിട്ടാണ് വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ കെയർഫുള്ളി ക്രാഫ്റ്റഡ് ആണ്. തുടക്കം മുതൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ശ്രദ്ധിച്ചു കേട്ടാൽ ഒരു ആലങ്കാരിക പ്രയോഗവുമില്ല. ആ കേസിനെ കുറിച്ച് ഒന്നും പരാമർശിച്ചില്ല. പക്ഷേ ഒന്നേ പറഞ്ഞുള്ളൂ, അഴിമതിയുടെ പാഠമാണ് മോദി പഠിക്കുന്നതെങ്കിൽ അത് പഠിക്കേണ്ടത് ജയിലിൽ കിടക്കുന്ന എന്നിൽ നിന്നാണ്. എന്നിട്ടൊരു വാചകം കൂടി പറഞ്ഞു, ജനാധിപത്യത്തെ നിങ്ങൾ ജയിലിലിട്ടാൽ ജയിലിൽ നിന്ന് ജനാധിപത്യം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രസംഗമൊക്കെ അവസാനിപ്പിക്കുന്നത്. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ 400 സീറ്റിനെ കുറിച്ചുള്ള വിമർശനം കൂടി വന്നിട്ടുണ്ട് റോഡ് ഷോയ്ക്ക് ശേഷം. അത് റിസർവേഷനെ കുറിച്ചുള്ള ക്യാമ്പയിൻ ഒരിക്കൽ കൂടി സജീവമാവുകയാണ്. 400 സീറ്റ് കിട്ടിയാൽ റിസർവേഷൻ ഇല്ലാതാക്കും, ഭരണഘടന മാറ്റി എഴുതും എന്ന് പറയുന്നതിലൂടെ ഒരു പുതിയ നെറേറ്റീവ്, നേരത്തെ കോൺഗ്രസ് പറയാൻ ശ്രമിച്ച നെറേറ്റീവ് കുറച്ചുകൂടി ലളിതമായ ഭാഷയിൽ അരവിന്ദ് കെജ്രിവാൾ പറയും. ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞു നിർത്താം. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ കഥ പോലെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഈ ഭരണഘടനയെക്കുറിച്ച് വിശദീകരിക്കാനായിട്ട് ഒരു സിവിൽ സർവീസ് ഓഫീസുകാരൻ, അന്നത്തെ ഈ ICS ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ ബീഹാറിലെ ഒരു ഗ്രാമത്തിൽ പോയി അവരോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. നമ്മുടെ ഭരണഘടന ശ്രേഷ്ഠമാണ്, ലെങ്തിയാണ്, അത് റിപ്പബ്ലിക്കാണ്, മതേതരത്വമാണ് എന്നൊക്കെ പറഞ്ഞ് ദീർഘനേരം പ്രസംഗിച്ച് കഴിയുമ്പോൾ അവിടെ നിന്നൊരു സാധാരണക്കാരിയായൊരു യുവതി എഴുന്നേറ്റ് നിന്ന് അവരുടെ ദുപ്പട്ടയൊന്ന് ഉയർത്തിയിട്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അടുത്ത മണ്ണെണ്ണയുടെ ഗഡു എന്ന് കിട്ടും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എത്രമേൽ സൈദ്ധാന്തികമായ ചർച്ചകൾ നടന്നാലും ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചു നിർത്തുന്നത് ഈ സാധാരണക്കാരായിട്ടുള്ള ദുപ്പട്ട മാറ്റി ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന സ്ത്രീകളിലാണ്. അവരെ വിൻ ചെയ്യുക എന്നതാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ലക്ഷ്യം. അതിന് കണക്റ്റുണ്ട് അരവിന്ദ് കെജ്രിവാളിൽ നിന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ത്യ മുന്നണിക്ക് കണക്റ്റുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ മോദി എന്നൊരു പ്രതിച്ഛായയും ഗ്രൗണ്ട് റിയാലിറ്റിയും തമ്മിലാണ്. വരും ദിവസങ്ങൾ കേൾക്കാനിരിക്കുന്നതും കേജ്രിവാളിന്റെ ശബ്ദമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേജ്രിവാൾ കടന്നാക്രമിച്ചോ എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. യെസ് എന്ന 3 പേരും. മീറ്റ് ദി എഡിറ്റേഴ്സിന് നാളെ. നമസ്കാരം. ഗുഡ് നൈറ്റ്. Meet the editors.